السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. صدق الله مولانا العلي العظيم. സർവാധരണീയനായ ഈ വേദിയുടെ നിറസാന്നിധ്യവും ഈ സദസ്സിനെ ഏറെ സമ്പന്നവും സമ്പുഷ്ടവുമാക്കിയ ആദരണീയനായ സയ്യിദ് ലിയാഖത്ത് അലി പൂക്കോയ തങ്ങൾ പണക്കാട്, മറ്റ് സാദാത്യങ്ങളെ, അഭിവന്ദരും ആദരണീയരുമായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സർവലോകരക്ഷിതാവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹീതവും അതിശ്രേഷ്ഠവുമായ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ സംഭവിച്ചുപോയ എല്ലാ പാപങ്ങളും അവൻ്റെ ഔദാര്യം കൊണ്ട് പരിപൂർണമായി പൊറുക്കുകയും ശിഷ്ടായുസ് അവൻ്റെ പൊരുത്തത്തിലും സംതൃപ്തിയിലുമായി ജീവിച്ച് അവസാനം ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് പുഞ്ചിരിക്കുന്ന വദനത്തോടെ യാത്ര തിരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. കണ്ടും മിണ്ടിയും കൊതിതീരും മുമ്പ് നമ്മോട് യാത്ര പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഖബറിടങ്ങളെ അള്ളാഹു സ്വർഗീയ ആരാമമാക്കട്ടെ. സാമ്പത്തിക, മാനസിക, ശാരീരിക, പൈശാചിക പ്രതിസന്ധികളും പ്രയാസങ്ങളും വൈഷമ്യങ്ങളും ഈ അനുഗ്രഹീതമായ സദസ്സിൻ്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു തആല മാറ്റുകയും സന്തോഷവും സമാധാനവും ശാന്തിയും കളിയാടുന്ന നല്ല ജീവിതം അല്ലാഹു നമുക്കും ബന്ധപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുദീർഘമായ ഒരു മുഖഭാഷണത്തിൻ്റെ പ്രസക്തി ഇല്ലാതെ ഇവിടെ ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അജ്മീർ ഉറൂസ് മുബാറക്കിൻ്റെ അനുഗ്രഹീതമായ ഒരു വേദിയിലാണ്. ഈ വേദി ഇങ്ങനെ സംഘടിപ്പിച്ച, പ്രത്യേകിച്ച് എനിക്ക് പ്രസംഗത്തിന് അവസരം കിട്ടിയിരിക്കുന്ന സമയം ഒരു വലിയ രണഭൂവിൽ ഒരു യോദ്ധാവിൻ്റെ യുദ്ധത്തിൻ്റെ സമാനമാണ്. കാരണം എല്ലാ ആളുകളും ഉച്ചയൂണ് കഴിഞ്ഞാൽ വിശ്രമിക്കുന്ന ഒരു സമയം, മറ്റൊന്ന് ഏറ്റവും നല്ല ചൂട് ശക്തമാകുന്നൊരു സമയം. ഈ സമയത്താണ് ഈ വിനീതനിൽ അർപ്പിതമായിട്ടുള്ള പ്രഭാഷണത്തിൻ്റെ വേദി അല്ലെങ്കിൽ അതിൻ്റെ സന്ദർഭം. പക്ഷേ ഈ സന്ദർഭത്തിലും ഈ അനുഗ്രഹീതമായ മജ്ലിസിൽ ഇങ്ങനെ ഒരു ജനക്കൂട്ടത്തെ ഒരുമിച്ച് കൂട്ടാൻ ബഹുമാനപ്പെട്ട ലിയാഖത്ത് അലി തങ്ങൾക്ക് സാധിച്ചതിൽ അദ്ദേഹത്തിനോട് നാട്ടുകാർക്കുള്ള, അദ്ദേഹത്തിന് ജനമധ്യത്തിലുള്ള സ്വാധീനത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് എന്ന് മാത്രമല്ല, മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിളിച്ചിട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു പറയുമത്രേ ജിബ്രീലിനോട്, ഞാൻ ഇന്ന നാട്ടിലെ പാണക്കാട്, ഏഷ്യാ ഭൂഖണ്ഡത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിലെ കേരള സംസ്ഥാനത്തിലെ മലപ്പുറം ജില്ലയിലെ ചരിത്രങ്ങൾ ഉറങ്ങുകയും ഉണരുകയും ഒക്കെ ചെയ്യുന്ന പാണക്കാടിൻ്റെ മണ്ണിലെ
ഇന്ന വ്യക്തിയോട് എനിക്ക് വല്ലാത്ത ഒരു സ്നേഹമാണ്, അതുകൊണ്ട് ജിബ്രീൽ നീയും സ്നേഹിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം സ്നേഹിക്കുക മാത്രമല്ല, ആ വിവരം എല്ലാ മലക്കുകളെയും അറിയിക്കുമത്രേ. അങ്ങനെ മലക്കുകളുടെ സമൂഹത്തിലേക്ക് പോയി, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ, ഇന്നയാളിനെ അല്ലാഹ് ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാനും ഇഷ്ടപ്പെടുന്നുണ്ട്, ഫഅഹിബ്ബൂഹു, നിങ്ങളും ഇഷ്ടപ്പെടണം എന്ന് പറയുകയും ജനങ്ങൾ മുഴുവനും മലായിക്കത്തുകൾ മുഴുവനും ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജനമധ്യത്തിൽ അദ്ദേഹത്തിനൊരു സ്വീകാര്യത ഉണ്ടാകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യത്തെ കടമ്പ എല്ലാ മലക്കുകളും NOC കൊടുക്കണം. എല്ലാ മലക്കുകളും അള്ളാഹുവിൻ്റെ ആ അടിമയെ സ്നേഹിക്കണം. എല്ലാ മലക്കുകളും സ്നേഹിക്കണമെങ്കിൽ അവരുടെ ലീഡർ സ്നേഹിക്കണം, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാം സ്നേഹിക്കണമെങ്കിൽ അവിടെ നിന്ന് അനുവാദമുണ്ടാക്കണം. അത് അള്ളാഹുവിൻ്റെ അനുവാദമാണ്. അപ്പൊ എനിക്ക് എൻ്റെ നാട്ടിലും ഒരു സമൂഹത്തിലും എനിക്കൊരു നില ഉണ്ടാകണമെങ്കിൽ, ഒരു വിലയുണ്ടാകണമെങ്കിൽ അതിന് 3 കടമ്പകൾ കടക്കണം. ആ 3 കടമ്പകൾ കടക്കുമ്പോഴാണ് ജനമധ്യത്തിൽ ഒരാൾക്ക് സ്വാധീനമുണ്ടാവുക. ഇല്ല എങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആ മനുഷ്യനെ അള്ളാഹു വെറുക്കുകയാണ്. ആ വെറുത്ത ഉടനെ ജിബ്രീലിന് വിവരം കൊടുക്കും. ജിബ്രീൽ അലൈഹിസ്സലാം മുഴുവൻ മാലാഖമാർക്കും വിവരം കൊടുക്കും. ആ മലക്കുകൾ മുഴുവനും അയാളെ വെറുത്താൽ ജനമധ്യത്തിൽ എത്ര വലിയ ദാടിയുണ്ടെങ്കിലും എത്ര വലിയ സാമർഥ്യം തെളിയിച്ചാലും അവന് വട്ടപൂജ്യമാണ് എന്ന് ഇന്നേ വരെ തമാശയ്ക്ക് പോലും അസത്യത്തിന്റെ ലാഞ്ചന അതരങ്ങളിൽ നിന്ന് അടർന്നു വീഴാത്ത ആമിനയുടെ പൊന്നുമോൻ അബ്ദുള്ളയുടെ തങ്കക്കുടം ആദരവായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾ സ്വീകരിക്കണമെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടാലേ മതിയാവുള്ളൂ. ഈ സദസ്സ് അങ്ങനെ ഒരു സദസ്സാണ് എന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയും. കാരണം ഓരോ വേദികളുടെയും മിടിപ്പും അതിൻ്റെ സ്പന്ദനങ്ങളും അതിൻ്റെ ഗതിവിഗതികളുമൊക്കെ കുറെ കൊല്ലങ്ങളായി കാണുന്ന ഒരാളെന്നുള്ള നിലയിൽ കൃത്യമായി എനിക്ക് പറയാൻ കഴിയും. അള്ളാഹുവിൻ്റെ അടുക്കൽ അത്യുന്നതമായ സ്വീകാര്യതയുള്ള വേദിയാണിത്. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ അത് നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മഞ്ഞുകട്ട ഉരുകുന്നത് പോലെ ഉരുകി, എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രയാസങ്ങളും എല്ലാം അവസാനിച്ച് രോഗരഹിതരും പാപരഹിതരുമായി സദസ്സിൽ നിന്ന് നമുക്ക് തിരിച്ചു പോകാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആമുഖമായി ദുആരക്കുകയാണ്. അസറിന്റെ സമയം വരെയാണ് എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള സമയം. അസറിന്റെ സമയം വരെ, ആ സമയം വരെ എല്ലാവരും ഉണർന്നിരിക്കണം. അള്ളാഹു നമുക്ക് പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. എല്ലാ ആളുകളും ഇപ്പൊ ലിയാഖത്തലി തങ്ങളായാലും അതുപോലെ തന്നെ പാണക്കാട് തങ്ങന്മാരായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ വലിയ വലിയ മഹാരഥന്മാര് പണ്ഡിതന്മാരെയൊക്കെ കാണുമ്പോൾ എല്ലാ ആളുകളും ദുആരക്കാൻ പറയുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു വസിയത്ത് ഏതാണ്? ഞാൻ നിങ്ങളോട് ചോദിക്കാൻ, ഏതായിരിക്കും? ഒരു അല്പം കൂടെ ഒന്ന് കൂട്ടി വയ്ക്കാൻ പറയണേ. ഏത് ദുആ വസിയത്താ ചെയ്യുന്നത്? നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാ ചോദിക്കുന്നത്. ഭർത്താവിന്റെ അസുഖം മാറാൻ പറയാറുണ്ട്, ഭാര്യയുടെ രോഗം മാറാൻ പറയാറുണ്ട്, അതുപോലെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ പറയാറുണ്ട്. പല വസിയത്തുകളും നമ്മൾ പറയും. പക്ഷെ എല്ലാത്തിനും അപ്പുറത്ത് ഏറ്റവും പ്രധാനമായി നമ്മൾ പറയുന്ന ഒരു ദുആ വസിയത്തുണ്ട്. ആ വസിയത്ത് ഏതാണ്? പറയ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എല്ലാ ആളുകളും പറയുന്നത് എൻ്റെ ആഖിബത്ത് നന്നാകാൻ വേണ്ടി ദുആരക്കണം, എൻ്റെ അവസാനം നന്നാകണം, അതിനു വേണ്ടി ദുആരക്കണം. ഇത് പറയാത്ത ഒരു സത്യവിശ്വാസിയില്ല. ആരെ കണ്ടാലും പറയും എൻ്റെ ആഖിബത്ത് നന്നാകാൻ, എൻ്റെ അവസാനം ഒന്ന് നന്നാകണം, അതിനു വേണ്ടി ദുആരക്കണമെന്ന് എല്ലാവരും പറയാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഒരാളും അശ്രദ്ധരാകരുത്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം, ആഖിബത്ത് അത് മുത്തഖീങ്ങൾക്ക് മാത്രമാണ്.
അത് മുത്തഖീങ്ങൾക്ക് മാത്രമേ അല്ലാഹു തആല നൽകുകയുള്ളൂ. ആഖിബത്ത് എല്ലാവർക്കും അല്ലാഹു കൊടുക്കില്ല. ഇത് ഖുർആനിൽ എത്ര പ്രാവശ്യം വന്നു? ഇത് എത്ര പ്രാവശ്യം ഖുർആനിൽ വന്നു? 4 സ്ഥലങ്ങളിൽ മാത്രമാണ് വിശുദ്ധ ഖുർആൻ ഈ പരാമർശം നടത്തിയിട്ടുള്ളത്. 1 സൂറത്തുൽ അഅറാഫിലാണ്, 2 സൂറത്ത് ഹൂദിലാണ്, 3 സൂറത്ത് ത്വാഹായിലാണ്, 4 സൂറത്തുൽ ഖസസിലാണ്. ഈ 4 സൂറകളിലായി അള്ളാഹു പരിചയപ്പെടുത്തുന്നത് അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ് എന്നാണ്. ഈ 4 സ്ഥലങ്ങളിലും ഈ വാചകം അള്ളാഹു പറയുന്നത് അവസാന ഭാഗത്താണ്, ആയത്തിന്റെ പിൻകുറിയാണ്. ഈ 4 സ്ഥലത്തും അള്ളാഹു 4 അമലുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ 4 അമലുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ തീർച്ച അന്തിമ വിജയം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് പണത്തിന്റെ കാര്യമല്ല പറയുന്നത്, പ്രശസ്തിയുടെ കാര്യമല്ല, പ്രസിദ്ധിയുടെ കാര്യമല്ല, പത്രാസിന്റെ കാര്യമല്ല. ഇതൊന്നും അല്ല ഇവിടെ പറയുന്നത്. അവസാനം നന്നാകാൻ വേണ്ടിയാണ്. ഈ അവസാനം നന്നാകാൻ 4 അമലുകൾ പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പരിചയപ്പെടുത്തുമ്പോൾ ആ 4 അമലുകളും നമ്മുടെ ജീവിതത്തിൽ നേടിയെടുത്താൽ അവസാനം നമുക്ക് നന്നാകാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, സ്വർഗാവകാശികളുടെ പ്രവർത്തനങ്ങൾ ചെയ്ത് സമൂഹം മുഴുവനും ഒരാൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു, അവൻ സ്വർഗാവകാശിയാണ്, യാതൊരു തർക്കവുമില്ല, അവൻ സ്വർഗത്തിന്റെ ആളാണ്. അവസാനം അവന് നരകത്തിന്റെ പ്രവർത്തനം ചെയ്തിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ദഖലന്നാർ, അവൻ നരകാവകാശിയാണ്, നരകത്തിലാണ് അവന്റെ സങ്കേതമെന്ന് പഠിപ്പിച്ചു നബി മുഹമ്മദ് മുസ്തഫ. നരകത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്ത് സമൂഹത്തിൽ ആളുകൾ മുഴുവനും വിലയിരുത്തിയവൻ നരകാവകാശിയാൻ, യവനെ ഒരിക്കലും അടുപ്പിക്കാൻ കൊള്ളാത്തവനാണ്. അവസാനം മരിക്കുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ് സ്വർഗാവകാശികളുടെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് അവന് സ്വർഗത്തിലേക്ക് യാത്ര തിരിക്കുമെന്ന് പഠിപ്പിച്ചതും ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ ആ 4 അമലുകളെ ഹ്രസ്വമായ വിവരണം നടത്തി ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കാം. അസ്ർ കഴിഞ്ഞാൽ പ്രിയപ്പെട്ട ഷമീർ ദാരിമിയുടെ ഇഷ്ക് മജ്ലിസാണ്. അദ്ദേഹം വഴിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ലിയാഖത്ത് അലി തങ്ങളുടെ ഈ പരിപാടിക്ക് ഇവിടെ എത്തിച്ചേരുന്നത്, ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാ, കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അല്ലാഹു തആല ഇവിടെ നടക്കുന്ന എല്ലാ ദീനിയായ, എല്ലാ മതപരമായ, എല്ലാ ആത്മീയമായ ചൈതന്യങ്ങൾക്കും അല്ലാഹു തആല അതിന് ശതഗുണീഭവിക്കാനുള്ള എല്ലാ കഴിവും ശേഷിയും അല്ലാഹു ബഹുമാനപ്പെട്ട സയ്യിദിനും അവരോടൊപ്പം നിഴലുപോലെ നടക്കുന്നവർക്കും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇവിടുത്തെ സ്ഥാപനങ്ങളൊക്കെ അല്ലാഹു തആല അവന്റെ അടുക്കൽ ഖബൂലിയത്തുള്ള സൽക്കർമ്മങ്ങളിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സഹാബി ധീരമായി പോരാടുകയാണ്. അദ്ദേഹം പോരാടി പരിശുദ്ധമായ ദീനിന്റെ വിജയത്തിന് വേണ്ടി, പരിശുദ്ധമായ വിജയത്തിന്റെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ വിജയത്തിനു വേണ്ടി പോരാടിക്കൊണ്ട് ശത്രുക്കളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ആ സഹാബി മറ്റ് സഹാബികളുടെ ഇടയിൽ വളരെ ശ്രദ്ധേയനായിക്കൊണ്ട് ചുവട് വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹാബാക്കളുടെ ഇടയിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പടപൊരുതിയിട്ട് മുന്നേറുമ്പോൾ ആളുകൾക്ക് വലിയ അത്ഭുതമായി, മറ്റ് സഹാബാക്കൾക്ക് വലിയ അത്ഭുതമായി. എന്തോ ഒരു ചുവടുവെപ്പാണ് ആ സഹാബിയുടേത്, എന്തോ ഒരു പെരുമാറ്റമാണ് ആ സഹാബിയുടേത്. ശത്രുക്കളുടെ നേരെ ചീറിപ്പാഞ്ഞു പോയി അള്ളാഹുവിന്റെ ദീനിന്റെ വിജയത്തിന് വേണ്ടി പടപൊരുതുന്ന സഹാബിയെ കണ്ടപ്പോൾ മറ്റ് സഹാബാക്കൾക്ക് വല്ലാത്ത അത്ഭുതം വന്നു. അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയെ, ആ മനുഷ്യൻ വല്ലാതെ വിജയിച്ചിരിക്കുകയാണല്ലോ, ആ മനുഷ്യൻ വല്ലാതെ വിജയം കൈവരിച്ചിരിക്കുകയാണല്ലോ. അയാള് ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി, വിശുദ്ധ ഇസ്ലാമിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് ശത്രുക്കളോട് പോരാടുമ്പോൾ ഞങ്ങൾക്ക് അസൂയ തോന്നുകയാ റസൂലേ. അയാൾ ഉന്നതമായ വിജയത്തിലാണല്ലോ പ്രവാചകരെ എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറയുകയാണ്, സഹാബാ, അല്ല, കാര്യം നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്. അയാൾ ചുവട് വെക്കും
ചെയ്യുന്നത് ദീനിന് വേണ്ടിയിട്ടാണ്. അയാളുടെ ചുവടുവെപ്പുകൾ വല്ലാതെ മറ്റുള്ളവർക്ക് അത്ഭുതം തോന്നുന്നതാണ്. പക്ഷേ കാര്യം എന്ത് ചെയ്യാനാണ്? അദ്ദേഹം നരകാവകാശിയാണല്ലോ. ആരെ പറ്റിയാ പറയുന്നത് എന്റെ സഹോദരങ്ങളെ? മലപ്പുറം ജില്ലയിലെ ഒരാളെ പറ്റിയല്ല പറയുന്നത്. ശത്രുക്കളോട് പോരാടുന്ന സഹാബത്തിലെ ഒരു പ്രതിനിധിയായ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനുചരന്മാരിൽപ്പെട്ട ഒരാളോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിലപാട് അറിയിക്കുകയാണ്. അയാൾ ചുവട് വെക്കുന്നുണ്ട്, ശരി തന്നെയാണ്. അയാൾ പോരാട്ടത്തിന്റെ പാതയിലാണ്, ശരി തന്നെയാണ്. പക്ഷേ അയാൾ നരകാവകാശിയല്ലേ? സഹാബ, എന്ത് ചെയ്യാൻ കഴിയും? ഇത് ആരാണ് റിപ്പോർട്ട് ചെയ്തതെന്നറിയോ? മഹാനായ സഹൽ ഇബ്നു സഅദ് സാഇദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. അദ്ദേഹം തന്നെ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്ക് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമായി. എന്താ ഈ മനുഷ്യൻ നരകത്തിലാണെന്നോ? അയാൾ ചുവട് വെച്ചത് അള്ളാഹുവിന്റെ ദീനിന്റെ ഉന്നതിക്ക് വേണ്ടിയല്ലേ? അദ്ദേഹം ഒരുപാട് ധീരോദത്തമായ ചുവടുകൾ വെച്ചിട്ടുള്ള ആളല്ലേ? ശത്രുക്കളോട് യാതൊരു ദയയുമില്ലാതെ ചീറ്റ പുലി പോലെ അടുത്തേക്ക് കയറി ചെല്ലുന്ന മനുഷ്യനല്ലേ? അയാൾ എങ്ങനെയാണ് നരകാവകാശിയാവുക? അയാൾ എങ്ങനെയാണ് നരകത്തിന്റെ അഹിലുകാരനാവുക? സഹൽ ഇബ്നു സഅദ് സാഇദി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ അദ്ദേഹത്തിനെ ഒന്ന് വീക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ശത്രുക്കളുടെ ഇടയിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു വെട്ട് കിട്ടുകയാണ്. ആളിന്റെ വെട്ടേറ്റുകൊണ്ട് ശരീരം നയാഗ്ര പോലെ ചോര ചാലിട്ടൊഴുകുമ്പോ അയാൾ മരുപ്പച്ച അകലയായ മരുഭൂമിയുടെ മാറിടത്തിലൂടെ ഓടുകയാണ്. ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോ അദ്ദേഹം വാളിന്റെ പിടി നിലത്തുറപ്പിച്ചു വെച്ചിട്ട് ആ വാളിന്റെ അഗ്രഭാഗത്തേക്ക് തന്റെ നെഞ്ചു കൊടുത്തിട്ട് ചാടി ആത്മഹത്യ ചെയ്യുകയാണ്. ഞാൻ അവിടെ നിന്ന് ഓടി അള്ളാന്റെ ഹബീബിന്റെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബേ, എന്റെ ദീന പരിശുദ്ധമായ എന്റെ ഇസ്ലാം, എന്റെ ഈമാൻ, എന്റെ ഹിദായത്ത്, എന്റെ ഇസ്തിഖാമത്ത് ഇന്നാണിക്കല്ലിട്ട് എന്റെ അകതാരിന്റെ അകക്കാമ്പിൽ ഉറച്ചു നബിയേ. കാരണം എന്താണെന്ന് റസൂൽ ചോദിച്ചപ്പോൾ ഉണ്ടായ സംഭവം വിവരിച്ചു കൊടുക്കുകയാ. അവിടെ നിന്ന് പറഞ്ഞല്ലോ, ഇന്ന റജുല ലയഅമലു അമല അഹ്ലിൽ ജന്നതി ഫീമാ. അള്ളാന്റെ ഹബീബ് പറയുകയാണ്, ഒരു മനുഷ്യൻ സ്വർഗാവകാശിയുടെ എല്ലാ അമലുകളും അവന് ചെയ്യുന്നു. അവസാന ജനങ്ങളുടെ ഇടയിൽ അവന് സ്വർഗാവകാശി എന്ന് വെളിവാക്കപ്പെടുന്നു. പക്ഷേ അവൻ വഹുവ മിൻ അഹ്ലിന്നാർ, അവൻ നരകത്തിന്റെ അവകാശികളിൽ പെട്ടവനായി മാറിപ്പോകുന്നതാണ്. എന്നാൽ നേരെ തിരിച്ചൊരാൾ നരകാവകാശത്തിന്റെ പ്രവർത്തനങ്ങൾ, ഒരു നരകാവകാശിയുടെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുമ്പോ അവര് സമൂഹത്തിൽ എല്ലാവരും നരകാവകാശിയാണെന്ന് ജനങ്ങൾ വിധി എഴുതുമ്പോ അവസാനം അവന് സ്വർഗത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്തു വരുമ്പോ ആ മനുഷ്യന് വഹുവ മിൻ അഹ്ലിൽ ജന്ന, അവന് സ്വർഗത്തിലാണ് എന്ന് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട പാണക്കാട് എന്നെ കേൾക്കുന്ന, ഈ അജ്മീറിന്റെ ഉറൂസ് മുബാറക്കിൽ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ സഹോദരിമാരെ, പണ്ഡിതനായാലും പാമരനായാലും വലിയവനായാലും ചെറിയവനായാലും പുരുഷനായാലും സ്ത്രീയായാലും യജമാനനായാലും അടിമയായാലും തൊഴിലാളിയായാലും മുതലാളിയായാലും ആരായാലും അവന്റെ വിജയ പരാജയങ്ങളുടെ ഗതിവികൾ നിയന്ത്രിക്കപ്പെടുന്നത് പരലോകത്താണല്ലോ. ആ പരലോകത്തിന്റെ ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് മരണമല്ലേ? അതുകൊണ്ട് മരിക്കുമ്പോ നല്ലതുപോലെ മരിച്ചെങ്കിൽ മാത്രമേ പരലോകം രക്ഷപ്പെടാൻ കഴിയൂ. ഇവിടെ കോടിക്കണക്കിന് സ്വത്തുണ്ടായി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കോടിക്കണക്കിന് സ്വത്തും അധികാരവും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഫിർഔനുണ്ടായിരുന്നില്ലേ അധികാരം? ഖാറൂനുണ്ടായിരുന്നില്ലേ സമ്പത്ത്? ഹാമാനുണ്ടായിരുന്നില്ലേ? നമ്രൂദിനുണ്ടായിരുന്നില്ലേ? പക്ഷേ അവരെല്ലാം എവിടെ പോയി പ്രിയപ്പെട്ട സഹോദരങ്ങളെ? സമ്പത്തും സന്താനങ്ങളും അതുപോലെ സൗഭാഗ്യങ്ങളും പ്രശസ്തിയും പ്രസിദ്ധിയുമല്ല ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ബോണസുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രാമുഖ്യം കൊടുക്കേണ്ട, പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതിനെന്നറിയോ? അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് അള്ളാന്റെ ഖുർആൻ പറഞ്ഞതുപോലെ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കാണ് അന്തിമ വിജയമുള്ളതെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിലും ഹൂദിലും ഖസസിലും അതുപോലെ ത്വാഹായിലുമായി നമ്മളെ പഠിപ്പിക്കുമ്പോ ആ 4 അമലുകളും നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ സായാഹ്നം മുതൽ
ഇന്നത്തെ സായാഹ്നം മുതൽ ഇന്ന് വൈകുന്നേരത്തെ അസറിന്റെ ബാങ്ക് മുഴങ്ങുന്ന സമയം മുതൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ 4 അമലുകൾ ഉണ്ടാകണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഉറക്കം വരുന്നില്ലല്ലോ? ഇൻഷാ അല്ലാഹ്. ഉറക്കം ആര് മനഃപൂർവ്വം കൊണ്ടുവരുന്നതല്ല. ഉറക്കം മരണമാണ്, മരണത്തിന്റെ സഹോദരനാണ്. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ, മരിക്കുമ്പോൾ അല്ല റൂഹ് എടുക്കും. അത് ആരോടും ചോദിച്ചിട്ടല്ല, എൻ്റെ റൂഹെടെന്ന് പറഞ്ഞിട്ടുമല്ല. വല്ലത്തിലം തമുത്തു ഫീ മനാമിഹ, ഉറങ്ങിക്കിടക്കുന്നവന്റെ റൂഹും അല്ലാഹു എടുക്കും. അതും പടച്ചോനെ അതാ ഉറങ്ങാൻ വരികയാണ് നീ എടുത്തോന്ന് പറഞ്ഞിട്ടല്ല, അറിയാതെ ഉറങ്ങിപ്പോവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഈ പ്രസംഗം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ അമല് ചെയ്യാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. പ്രിയപ്പെട്ടവരെ, നല്ലതായിട്ട് മരിക്കണം, നല്ലതുപോലെ മരിക്കണം. ചിലരുടെയൊക്കെ മരണം എന്താ! നമുക്ക് മരിക്കുന്ന സമയത്തിന്റെ സഹോദരിമാരെ, നമ്മുടെ പേര് പറഞ്ഞിട്ട് മറ്റുള്ളവർ ഗുണപാഠം കൊള്ളുന്ന കാര്യം ഉണ്ടാകാൻ പാടില്ല. ദാ ഇന്ന വീട്ടിൽ അവളുടെ മരണം വല്ലാത്തൊരു ഗുണപാഠമാണ്. അങ്ങനെ ആരും പറയരുത്, ആരെ കൊണ്ടും പറയിപ്പിക്കരുത്. നമ്മൾ മരണപ്പെട്ട് കിടക്കുമ്പോ കണ്ടാലും കണ്ടാലും കൊതിതീരാതെ കാണികൾ നമ്മുടെ മുഖത്ത് നടിക്കുന്ന പ്രോജ്വല പ്രകാശം കണ്ടിട്ട് അസൂയപ്പെട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്ക് മരിച്ചു പോകാൻ കഴിയണം. ഗുണപാഠമായ മരണം, ഇബറത്ത് വേണ്ട. നമ്മുടെ മരണം മറ്റുള്ളവർക്ക് നമ്മൾ മരിച്ചതുപോലെ മരിക്കാൻ അവർക്ക് തോന്നണം. ആ രീതിയിൽ നന്നായിട്ട് മരിക്കുക. അതിന് ആന ചുമക്കൊന്നും വേണ്ട, അതിന് വലിയ പർവ്വതം ചുമക്കൊന്നും വേണ്ട. അള്ളാഹു നമുക്ക് കഴിയാത്ത ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല, പറയില്ല, ഇതുവരെ പറഞ്ഞിട്ടുമില്ല. പ്രിയപ്പെട്ടവരെ, 4 ചെറിയ അമല് മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അമലാണ്. ഇന്നത്തെ ഈ വേദിയിൽ എനിക്ക് നിങ്ങളോട് പറയാനും എന്നോട് പറയാനും പരസ്പരം ഉണർത്തിയിട്ട് ഈ ബഹുമാനപ്പെട്ട തങ്ങന്മാരുടെ സാന്നിധ്യത്തിൽ ഈ പരിശുദ്ധമായ സദസ്സിൽ വെച്ച് പ്രതിജ്ഞ എടുത്തു പോകാനും ഇതിനപ്പുറം മറ്റൊരു വിഷയം വേണ്ട എന്നെന്റെ മനസ്സ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആ വിഷയം നിങ്ങളോട് സംസാരിക്കുന്നത്. 4 അമലുകൾ, അത് നമ്മുടെ ആഖിബത്തിനെ നന്നായിട്ട് മരിക്കും. ആദ്യമായിട്ട് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സമൂഹം, മുൻഗാമികളായ പ്രവാചകന്മാരുടെ അനുയായികൾ, മഹിശറയിൽ ഒരു ചാൻ മുകളിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് വിറയ്ക്കുമ്പോ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് കാതോർത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു 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 മിന്നൽ പിണർ പോലെ സ്വർഗത്തിലേക്ക് കയറി പോവുക. ആദ്യമായിട്ട് അള്ളാഹു അതിനുള്ള ഭാഗ്യം തന്നു, അൽഹംദുലില്ലാ. മൂന്നാമത്തേത്, ഉമ്മത്ത് മുഹമ്മദായ മാത്രം പോരല്ലോ, ഒരു പുത്തനാശയക്കാരനായില്ല, പാരമ്പര്യ മുസ്ലിമായി. അത് മൂന്നാമത് അള്ളാഹു തന്ന സൗഭാഗ്യമാണ്. അതുകൊണ്ട് ആരും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ കേൾക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. മഹാനായ സയ്യിദുനാ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയോട്, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് മൂസാ പ്രവാചകന് തന്റെ ജനതയോട് പറഞ്ഞ ഒരു ആയത്താണ് സൂറത്തുൽ അറാഫ്. അല്ലാഹു തആല വിവരിക്കുകയാണ്, കലീമുല്ലാഹി മൂസാ നബി തന്റെ ജനതയോട് പറഞ്ഞ കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നന്നായിട്ട് മരണപ്പെടാൻ അവസാന നിമിഷം നമുക്ക് നന്നാകാ അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ തൗഫീഖാകുന്ന ഹിദായത്ത്, ആ ഈമാൻ ഇസ്തിഖാമത്ത് ചോർന്നു പോകാതെ മരിക്കാ, നാളെ സ്വർഗാവകാശികളോടൊപ്പം ചെന്ന് ചേരാ, സാലിഹീങ്ങളോടൊപ്പം നമുക്ക് സ്വർഗീയ ആരാമത്തിൽ പടച്ച തമ്പുരാന്റെ സ്വർഗ കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സുഖലോലുപ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ ഹബീബിനോടൊപ്പം നമുക്ക് കഴിയാ. ആ ഒരു അവസരത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യമേതെന്നറിയോ? മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറയുകയാണ്, ഖാല മൂസാ ലിഖൗമിഹി ഇസ്തഈനൂ ബില്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് പറയുകയാണ്, ഇസ്തഈനൂ ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടണേ, പടച്ചവനോട് സഹായം തേടണേ. നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ ശാരീരികമായ അവശതകൾ, നിങ്ങളുടെ മാനസികമായ വ്യഥകൾ, നിങ്ങളുടെ പൈശാചികമായ എല്ലാ പ്രയാസങ്ങളും നിങ്ങൾ പറയേണ്ടതാരോടാണ്? അള്ളാഹുവിനോട് സഹായം തേടണേ, പടച്ചവനോട് സഹായം
സഹായം തേടണേ. ഇതാരാ പറഞ്ഞതെന്നറിയോ? സയ്യിദുനാ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട ജനതയോട് പറയുകയാണ്, നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങൾക്ക് വരുമ്പോൾ ആ പ്രയാസങ്ങളും ആ വിഷമങ്ങളും അല്ലാഹുവിനോട് നിങ്ങൾ ഏറ്റുപറയണേ. അല്ലാഹുവിനോട് നിങ്ങളുടെ പരാതികളുടെ ഭാണ്ഡക്കെട്ടഴിച്ചു വെക്കണേ. നിങ്ങളുടെ സങ്കടങ്ങളുടെ എല്ലാം പടച്ചവന്റെ മുമ്പിൽ തുറന്നു വെക്കണേ. ഏത് പ്രതിസന്ധി വന്നാലും അല്ലാഹുവിനോട് നിങ്ങൾ സഹായം തേടണം. ഇത് മൂസാ പ്രവാചകൻ തന്റെ ജനതയോട് പറഞ്ഞ കാര്യമാണ്. ഈ ആയത്തിന്റെ അവസാനം അല്ലാഹു പറയുകയാണ്, സൂറത്തുൽ അറാഫ് 128 ആണ്. വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ്. അവസാന വിജയം മുത്തഖീങ്ങൾക്കാണ്. അവസാനം മുത്തഖീങ്ങൾക്കാണ് വിജയമെന്ന് പറഞ്ഞ ആയത്ത് പിൻകുറിയായി അവസാനിപ്പിക്കുമ്പോ ആയത്തിന്റെ തലയിൽ കെട്ടി തുടങ്ങുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടണം. ഏറെ പ്രയാസം വന്നാലും പടച്ചവനോട് നിങ്ങൾ സഹായം തേടണമെന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറിയുമല്ലോ, ഏതൊക്കെ ദുഃഖങ്ങൾ നമ്മളെ തേടിയെത്തിയാൽ 1000 പ്രയാസങ്ങൾ പറയാൻ നമുക്കുണ്ടാകുമല്ലോ. ഈ സരസിലെ സങ്കടങ്ങളില്ലാത്ത ഒരാള് കൈവക്കാൻ പറഞ്ഞാൽ ഞാൻ പറയുന്നു, ഇല്ല. ബുദ്ധിക്ക് ഭ്രമം വന്നവനല്ലാതെ കൈവക്കില്ല. മാനസികമായ വ്യതകളില്ലാത്ത ഒരാൾ ഈ സരസിൽ ഉണ്ടാവുകയില്ല. ശാരീരികമായ ഏതെങ്കിലും ഒരു അവശതകളില്ലാത്തവർ ഈ സരസിൽ ഉണ്ടാകൂലല്ലോ. അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു ബാധ്യതയില്ലാത്തവർ ഈ സരസിൽ ഉണ്ടാകൂലല്ലോ. ഇതെല്ലാം അല്ലാഹു നമുക്ക് തന്ന പരീക്ഷണങ്ങളാകുമ്പോ ഇതെല്ലാം നമുക്ക് പറയാ, മടിയില്ലാതെ കേട്ടുകൊണ്ടിരിക്കാം. എത്ര പറഞ്ഞാൽ കേട്ടുകൊണ്ട് നമ്മളുടെ പ്രയാസങ്ങൾ മാറ്റാൻ ഒരു സിട്ടാവ് നമ്മുടെ മുമ്പിലുണ്ട്. ആ പടച്ചവനോട് നമ്മുടെ സങ്കടത്തിന്റെ കഥകൾ പറയുക, നമ്മുടെ പ്രയാസത്തിന്റെ കെട്ടുകൾ അഴിച്ചു വെക്കുക, നമ്മുടെ പ്രാരാബ്ദങ്ങളുടെയും വിഷമങ്ങളുടെയും വൈഷമ്യങ്ങളുടെയും വൈമനസ്യങ്ങളുടെയും എല്ലാം ഒരു ഭാണ്ഡക്കെട്ടിറക്കി പടച്ചവന്റെ മുമ്പിൽ വെക്കുക. അല്ലാഹു കേൾക്കാൻ തയ്യാറാണ്. പടപ്പുകൾ അങ്ങനെയല്ല. ഒരിക്കൽ കേട്ടാൽ, രണ്ടാമത് കേട്ടാൽ, മൂന്നാമത് കേട്ടാ പിന്നെ മടിയാണ്, അലസതയാണ്. എന്തിനാ നീ എപ്പോഴും എന്നോട് ഇത് പറയുന്നത്? പക്ഷെ പടച്ചവനോട് പറയും തോറും അവന് ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് ചോദിക്കാനും ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറയാൻ നമ്മുടെ മുന്നിലുള്ള ഏക പരിഹാര മാർഗം അല്ലാഹു പറയുന്നു, ഇസ്തഈനൂ ബില്ലാഹ്. അല്ലാഹുവിനോട് നിങ്ങളുടെ സഹായം നിങ്ങൾ തേടിക്കൊള്ളണേ. പ്രിയപ്പെട്ടവരെ, അറിയുമോ നിങ്ങൾക്ക്, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കഥ പറയുന്നു തഫ്സീറില്. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് യൂസുഫിനെ നഷ്ടം വന്നപ്പോ, ആ യൂസുഫ് തന്റെ ജീവിതത്തിൽ നിന്നും അടർത്തി മാറ്റപ്പെട്ടപ്പോ ആരും കാണാതെ കരഞ്ഞ് ആ യാക്കൂബ് എന്ന ഉപ്പാന്റെ കണ്ണിലെ കൃഷ്ണമണി വെളുത്തു പോവുകയാണ്. ആ ഉപ്പാന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അന്ധത ബാധിച്ചു പോയ പ്രിയപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം, എന്റെ സഹോദരങ്ങളെ, അതുപോലെ ബിന്യാമീൻ എന്ന മകന് നഷ്ടപ്പെട്ടപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഒരേ ഇരിപ്പായിരുന്നു. ഇരുന്നിരുന്ന് മുതുക് വില്ല് പോലെ വളഞ്ഞുപോയി. ഇത് രണ്ടും ജീവിതത്തിൽ ശാരീരികമായിട്ട് എനിക്ക് വന്ന അവശതകളാണ്. ആ അവശതകളുടെ നടുവിൽ ഒരു ദിവസം തന്റെ സഹോദരൻ തന്നെ കാണാൻ വേണ്ടി വരികയാണ്. യാക്കൂബ് നബിയോട് ചോദിച്ചു, യാക്കൂബേ, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുവല്ലേ? മുതുക് വില്ല് പോലെ വളഞ്ഞു പോയല്ലോ. ആ സമയത്ത് തന്റെ പരാതിയുടെ പരിഭവത്തിന്റെ എല്ലാ കെട്ടുകളും യാക്കൂബ് നബി പൊട്ടിക്കുകയാണ്. സഹോദരനോട് പറഞ്ഞു, സഹോദരാ, എന്റെ കാഴ്ച പോയത് എന്റെ പ്രിയപ്പെട്ട മകനെ നഷ്ടപ്പെട്ടത് മുതലാണ്. എന്റെ മുതുക് വളർന്നു പോയത് എന്റെ ബിന്യാമീനെ നഷ്ടപ്പെട്ടത് മുതലാണ്. ആ സമയപ്പതാ നെറ്റിത്തടത്തിന് വിയർപ്പ് കണങ്ങൾ വരികയാ. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. എന്നിട്ട് യാക്കൂബ് നബിയോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയിച്ചത് യാക്കൂബ് നബിയോട് ജിബ്രീൽ പങ്കുവെക്കുകയാണ്. എന്താ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതെന്നറിയോ? യാക്കൂബ് നബിയെ അല്ലാഹ് ചോദിക്കുന്നു, അലാ തസ്തഹി, നാണമില്ലേ? അമാ തസ്തഹി, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? അമാ തസ്തഹി, നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങൾക്ക്? യാക്കൂബ് നബി ഞെട്ടിത്തെറിച്ചു പോയി. സംഭീതനായി, പരിഭ്രമചിത്തനായി, വിഷാദ വിഷണ്ണനായി, വ്യാകുല വിഹുലനായി അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീലിനോട് ചോദിക്കുന്നു, എന്തുണ്ടായി ജിബ്രീലേ? ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നിങ്ങളുടെ പരാതികൾ എന്തേ
പടച്ചവനോട് പറയാത്തത്? എന്തിനാണ് പടപ്പുകളോട് നിങ്ങളത് വിവരിച്ചതെന്ന് ചോദിച്ചപ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്. ഇന്നമാ അഷ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. സൂറത്ത് യൂസുഫിൽ അല്ലാഹ് പറഞ്ഞതാണ്, ഇന്നമാ അഷ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. എന്റെ പ്രയാസങ്ങളും വേദനകളും എല്ലാം ഞാൻ നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ് തമ്പുരാനെ. ആ സമയത്ത് അല്ലാഹ് ഉടൻ പരിഹാരം കൊടുക്കുകയാണ്. യൂസുഫ് എന്ന പൊന്നുമോനെ തിരിച്ചു കൊടുത്തു. നീണ്ട 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം 40 കൊല്ലം കഴിഞ്ഞിട്ട് യൂസുഫ് എന്ന മോനെയും ബിന്യാമീൻ എന്ന മോനെയും അല്ലാഹ് തിരിച്ചു കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏത് വന്നാൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളത് പരിഭവമായിട്ട് പരാതിയായിട്ട് അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളതായിട്ട് പടച്ചോനോട് നമുക്ക് വിവരിക്കാൻ കഴിയണം. ഇത് കേൾക്കുമ്പോ നിങ്ങൾ പറയും, അപ്പൊ ലിയാഖത്ത് അലി തങ്ങളുടെ മുമ്പിൽ വന്ന് എത്ര ആളുകൾ പരിഹാരം കണ്ടുപോയി. ശരിയാണ്, അതാ ഞാൻ പറഞ്ഞത് ഉറങ്ങാതിരുന്ന് കേൾക്കണോ. ലിയാഖത്ത് അലി തങ്ങളുടെ മുമ്പിൽ വന്ന് എത്രയോ ആളുകൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ഇന്ന പ്രശ്നമുണ്ട്, എൻ്റെ മക്കൾക്ക് ഇന്ന പ്രശ്നമുണ്ട്. എനിക്കറിയാൻ കഴിഞ്ഞത് കുറഞ്ഞ ഹ്രസ്വമായ മണിക്കൂറിന്റെ ഉള്ളിൽ നിന്ന് വായിച്ചെടുക്കാനും കേട്ട് മനസ്സിലാക്കാനും കഴിഞ്ഞത് സാധാരണഗതിയിൽ ഒരു വലിയ അറിയപ്പെട്ട മഷഹൂറായ മക്കാമിൽ വന്ന് ഏതൊക്കെ കേസുകൾ മഹാരഥന്മാര് അവരുടെ പ്രത്യേകമായ സാന്നിധ്യം കൊണ്ട്, റൂഹിയായ സാന്നിധ്യം കൊണ്ട് ഏറ്റെടുക്കുന്നുണ്ടോ അതുപോലെ ഇവിടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. ശരിയല്ലേ? ശരിയല്ലേ? അനുഭവങ്ങൾ 100 എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ? അതിനൊറ്റ മറുപടിയേ ഉള്ളൂ. നമ്മുടെയൊക്കെ നേതാവ് സയ്യിദുന മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, മൂപ്പർക്ക് അസുഖം വന്നാൽ, ഒരു പനി പിടിച്ചാൽ, ഈജിപ്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു യുവതി, ജീവിച്ചിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരി മഹദി നഫീസത്തുൽ മിസ്രിയ, മിസ്രിന്റെ മാണിക്യമാണ്. സ്വന്തമായിട്ട് കബർ കുഴിച്ചിട്ട് ആ കബറിനകത്തിറങ്ങിയിരുന്ന് 6000 ഖത്തം തീർത്തു. സ്വന്തം കൈകൊണ്ട് കുഴിച്ച കബർ, ആ കബറിനകത്തിറങ്ങിയിരുന്ന് 6000 ഖത്തം തീർത്ത മഹദിയാണ് ബീവി നഫീസത്തുൽ മിസ്രിയ. ആ കബർ ഞാൻ സന്ദർശിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത ഒരു മനസ്സിന് സുഖം തോന്നുന്ന ഒരു കബറിടം. നമുക്ക് നമ്മുടെ അതിന്റെ മക്കാമിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു തആല എടുത്തങ്ങ് മാറ്റുന്ന രീതിയിൽ നമുക്ക് അനുഭവപ്പെടും. ആ മിസ്രിയ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഷാഫി ഇമാം തന്റെ ഒരു ശിഷ്യനെ വിളിച്ചിട്ട് പറയും, മോനെ ചെല്ല്, ഉസ്താദിന് സുഖമില്ല എന്നുമ്മയോട് പറഞ്ഞിട്ട് വാ. അവിടെ നിന്ന് നേരെ ശിഷ്യൻ പോകും. ചെന്നിട്ട് പറയും, ഉസ്താദിന് സുഖമില്ല, ദുആരക്കണം, ഉസ്താദിന് പ്രയാസമാണ്. ആ മഹദി അള്ളാഹുവിന്റെ മുമ്പിൽ കൈ ഉയർത്തും. ആ ശിഷ്യൻ തിരിച്ച് ഷാഫി ഇമാമിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും നഫീസത്തുൽ മിസ്രിയയുടെ ദുആ കൊണ്ട് ഷാഫി ഇമാമിന്റെ രോഗം അല്ലാഹു തആല മാറ്റിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ദിവസം പോയി, ഒരു ദിവസം ദുആരപ്പിക്കാൻ വേണ്ടി പോയി. നിങ്ങൾ നന്നായിട്ട് കേൾക്കണം. ആ സമയത്ത് മഹദി പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാഹുവിന്റെ വജ്ഹിലേക്ക് അടുക്കാൻ സമയമായല്ലോ, പടച്ചോന്റെ വജ്ഹ് കാണാൻ സമയമായല്ലോ. തിരിച്ചെത്തിയപ്പോഴേക്കും പതിവ് പോലെ ഉസ്താദിന്റെ രോഗം മാറിയിട്ടില്ല. ഉസ്താദിന്റെ രോഗം മാറാതെ വന്നപ്പോ ഉസ്താദ് തന്നെ ചോദിച്ചു മക്കളോട്, മക്കളെ നിങ്ങൾ ഉമ്മയുടെ അടുത്ത് പോയില്ലേ? പോയി ഉസ്താദെ, ഞങ്ങൾ ദ്വാരപ്പിച്ചു. പക്ഷേ ഉമ്മ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഒരു കാര്യം കൂടി പറഞ്ഞു, പടച്ചോന്റെ വജ്ഹിലേക്ക് അടുക്കാൻ സമയമായെന്ന് പറഞ്ഞു. ആ സമയം ആ ഷാഫി തങ്ങൾ പറഞ്ഞു, എനിക്ക് ഈ അസുഖം മാറുന്നതല്ല, എന്റെ മരണത്തിന്റെ സൂചനയാണ്. സയ്യിദുനാ ഇമാമുനാ ഷാഫി റളിയല്ലാഹു അൻഹു. ഇപ്പൊ മനസ്സിലായ? ഇപ്പൊ മനസ്സിലായില്ലേ? നമുക്ക് ഏത് സയ്യിദിനോടും ഏത് ഉസ്താദുമാരോടും നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ദ്വാരപ്പിക്കാം. അങ്ങനെയല്ലേ ഇവിടെ ചെയ്യുന്നത്? തന്നെയാണ്. പക്ഷേ അള്ളാഹുവിന്റെ ഖുർആൻ ഇസ്തഈനു ബില്ലാ, നിങ്ങൾ സഹായം പടച്ചവനോട് തേടണമെന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ നോക്ക്, ഒരു ഖുദ്സിയായ ഹദീസിൽ അല്ലാഹ് പറയാൻ, ഞാൻ എൻ്റെ ദാസന്മാർക്ക് എന്തെങ്കിലും ഒരു ചെറിയ പരീക്ഷണം കൊടുത്താൽ അവൻ നാട് നീളെ പറഞ്ഞു നടക്കും. പക്ഷെ അവൻ എന്നോട് ചെയ്യുന്നത് അവന്റെ ഭാര്യയെ ഞാൻ അറിയിക്കുന്നില്ല, അവളുടെ ഭർത്താവിനോട് ഞാൻ പറയുന്നില്ല.
നിസ്സാരമായ ഒരു മെസ്സേജ് ഒരു പെണ്ണയച്ചാൽ, ആ മെസ്സേജ് ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് ഒരു കമന്റ് അയച്ചാൽ, അല്ലെങ്കിൽ ഒരു ചെറിയ തെറ്റ് ഏതെങ്കിലും ഒരു അടിമ ചെയ്താൽ, ആ അടിമ ചെയ്യുന്ന തെറ്റ് അവന്റെ വേണ്ടപ്പെട്ടവരെയും അവൻ ബഹുമാനിക്കപ്പെടുന്നവരെയും അള്ളാഹു അറിയിക്കാതെ എന്തിന് അള്ളാഹ് പറയുന്നു, എന്റെ മുഖറബീങ്ങളെ പോലും ഞാൻ അറിയിക്കൂല, ഞാൻ എന്റെ മലായിക്കത്തുകളോട് പോലും പറയാറില്ല. പക്ഷെ ഞാൻ എന്തെങ്കിലും അവന് കൊടുത്താലോ അവൻ നാട് നീളെ എന്റെ ഭാര്യയ്ക്ക് മാത്രം എന്നും അസുഖം, എനിക്ക് മാത്രം എന്നും അസുഖം, ഞാൻ എന്ത് ചെയ്തിട്ടാ, ഞാൻ നിസ്കരിക്കുന്നില്ലേ, നോമ്പുടിക്കുന്നില്ലേ, ഞാൻ തങ്ങളെ കൂടെ അല്ലേ, ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ലേ, ഞാൻ സ്വലാത്ത് ചെല്ലുന്ന ആളല്ലേ, ഞാൻ മജ്‌ലിസുന്നൂർ ചോതുന്ന ആളല്ലേ, ഇതൊക്കെ പറഞ്ഞ് 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 എല്ലാരോടും പറയുന്നു എനിക്കൊന്ന് വിഷമമുണ്ട്, എന്തേ പടച്ചൻ എന്നോട് മാത്രം ഇങ്ങനെ കാണിക്കുന്ന ഈ പരിഭവം പാടില്ലെന്നായി പറയുന്നത്. നിങ്ങൾക്ക് പരാതിയും ബഹുമാനപ്പെട്ട തങ്ങളോട്, ലിയാഖത്ത് അലി തങ്ങളോട് ഞാൻ പ്രസംഗിച്ച ഒരു കാര്യം, അടഞ്ഞു പോയിട്ട് തുറക്കുന്നില്ല. 9 ദിവസമായി എല്ലാ പരിപാടികളിലും 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ പ്രസംഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ശബ്ദമടഞ്ഞുപോയി. ഇന്നലത്തെയും മെനിങ്ങാനത്തെയും പരിപാടി 2 ക്യാൻസലാക്കി. ഇന്ന് നാളെ മഞ്ചേശ്വരത്ത് പരിപാടിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ തങ്ങളോട് പറഞ്ഞു, ഇന്നലെയും മെനിങ്ങാന്ന് ഞാൻ പരിപാടി ക്യാൻസലാക്കിയിരിക്കാൻ, ഇന്നിവിടെ തുടങ്ങിയിരിക്കാൻ, ഇനി എന്റെ ശബ്ദം തങ്ങൾ പറഞ്ഞു ഒരു കുഴപ്പം. എന്തുകൊണ്ടാണ് എനിക്ക് പറയാൻ പ്രേരിപ്പിച്ചത്? ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഞാൻ ചോദിക്കുന്നു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്റെ എല്ലാ പ്രഭാഷകന്മാർക്കും അല്ല തുറന്നു കൊടുത്തല്ലോ, എന്റെ മാത്രം പിടിച്ച് അടച്ചെന്തിനാ എന്നും പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത് തെറ്റെന്നാണ് ഈ പറയുന്നത്. അല്ലാതെ ദ്വാരപ്പിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. ഒരാൾ ഉംറയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ വേറൊരാൾ വിളിച്ചിട്ട് പറയാനില്ല, തൻസാനി മിൻ ദുആയിക്, നിന്റെ ദുആയിൽ എന്നെ മറന്നു പോകല്ലേ. ആരാ ഉംറയ്ക്ക് പോകാൻ ഇറങ്ങിയെന്നറിയോ? സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരാ ദ്വാരക്കാൻ പറഞ്ഞത്? പറയും. ആരാ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്തേ റസൂലുള്ളാഹിനെ ദുആ പോലും പഠിക്കാൻ കാരണഭൂതരാണ് നബി മുഹമ്മദ് മുസ്തഫ. ദുആ എന്ന ആ ഒരു ഇബാദത്ത് പോലും പഠിക്കപ്പെടാൻ കാരണഭൂതരാണ്. നിസ്കാരം പോലും പഠിക്കപ്പെടാൻ കാരണഭൂതരാണ്. നോമ്പ് പോലും പഠിക്കപ്പെടാൻ കാരണഭൂതരാണ്. വെറുതെ പറയുന്നതല്ല. അൽ ആലം മാ സിവൽ ബാരി, അല്ലാഹു അല്ലാത്തതിനൊക്കെ പറയുന്നതാണ് ആലം. അതിലെല്ലാം പെടും. ആ പടച്ചതമ്പുരാൻ അല്ലാത്ത സർവ്വതിന്റെയും പേരാണ് ആലമെങ്കിൽ അതിനെല്ലാം പടയ്ക്കാൻ കാരണഭൂതരായ ആരംഭപ്പൂവായ റസൂലിന് 2 കൈകൾ ആകാശത്തിൽ ഉയർത്തേണ്ട കാര്യമുണ്ടോ? അള്ളാഹുവിനോട് എന്തെങ്കിലും മനസ്സിൽ ഒന്ന് ചിന്തിച്ചാൽ ഉള്ളറിയുന്ന വാരിയെല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളറകളിലുള്ള എല്ലാ ചലന നിശ്ചലനങ്ങളെയും അറിയുന്ന പടച്ച തമ്പുരാന് ഇൽമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ, നെഞ്ചകത്തെ ഗാഢമായ കാര്യങ്ങളെ പോലും തിരിച്ചറിയുന്ന പടച്ച തമ്പുരാൻ എല്ലാം അല്ലാഹുവിന്റെ ഹബീബിന് കൊടുക്കുമായിട്ട് പോലും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെന്ന ഇന്നലെ വരെ റസൂലുള്ളാഹിനെ ദാറുന്നദുവയുടെ ക്യാബിനറ്റ് യോഗത്തിൽ വെച്ച് കൊല്ലാൻ വേണ്ടി നടന്ന യുവത്വ കാലഘട്ടത്തിൽ അജിയാദിന്റെ മലമടക്കുകളിൽ ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടന്ന, പിന്നീട് സിറിയയിലും യമനിലും പട്ടുവസ്ത്ര വ്യാപാരിയായ, മദീന ത്വായിഫിന്റെ തൊട്ടടുത്തുള്ള ഉഖാല ചന്തയുടെ ലീഡറായ ഖത്താബിന്റെ ഹംദമയുടെ മകനായി മുഹമ്മദ് മുസ്തഫാനെ കൊല്ലാൻ വേണ്ടി ഊരിപ്പിടിച്ച വാളുമെടുത്ത് ദാറുന്നദുവയുടെ ക്യാബിനറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയ മനുഷ്യനോട് മഹാനായ പ്രവാചക പുങ്കവര് പറയുന്നു, ലാ തൻസാനി മിൻ ദുആയിക യാ ഉമർ. ഉമറേ, നീ ഉംറയ്ക്ക് പോകുമ്പോ എന്നെ ദുആരക്കാൻ വിട്ടുപോകരുത്. അതുകൊണ്ട് അള്ളാന്റെ മുത്ത് താഴെ തട്ടിലുള്ള ഉമറിനോട്, നമ്മുടെയൊക്കെ 10,000 കോടിക്കണക്കിന് മുകളിലുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് റസൂലുള്ളാഹി ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു തടസ്സമല്ല. പുത്തംവാദികൾ പറയുന്നത് അവർക്കെന്തോ ദഹനക്കേടിന്റെ അസുഖമുള്ളത് കൊണ്ടാണ്. പക്ഷേ ഞാൻ അടിവരയിട്ട് പറയുന്നു, നമുക്ക് അല്ലാഹു തന്ന ഏതെങ്കിലും പരീക്ഷണം വരുമ്പോൾ കണ്ണി കണ്ടവൻ്റോട് പറഞ്ഞു നടക്കരുത്. നിങ്ങൾ നോക്ക്, എന്നോട് ശത്രുത ഉള്ളവരുണ്ട്, മിത്രമായിട്ടുള്ള, എന്നെ സ്നേഹിക്കുന്നവരുണ്ട്, എന്നെ കടിച്ച് കീറാൻ ദേഷ്യമുള്ളവരുണ്ടാവും. പൊതുവെ അങ്ങനെയാണ് മനുഷ്യർക്ക്. ഞാനിപ്പോ ഈ പാണക്കാടുള്ള നിങ്ങൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണെന്നിരിക്കട്ടെ, എനിക്കൊരു വിഷമമുണ്ടായി, എൻ്റെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമമുണ്ടായി, ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നൊരു കാര്യം പറയാൻ, അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒന്ന് ചിന്തിക്കും.
നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചങ്ക്, ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെന്ന് പറഞ്ഞ ജീവനാണ്. അങ്ങനെയുള്ള ഒരാളോട് നമുക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടം വന്നു, അല്ലെങ്കിൽ വീട്ടിൽ നമ്മുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നു, നമ്മൾ അയാളോട് പറഞ്ഞാൽ അയാൾ സങ്കടപ്പെടും, അയാൾ വിഷമിക്കും, അയാൾക്കത് താങ്ങാൻ പറ്റൂല. നമ്മൾ എന്തിനാണ് നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ വിഷമിപ്പിക്കുന്നത്? എന്തിനാണ്? ഇനി അതല്ല, അടുത്ത് നിൽക്കുന്ന ആൾ നമ്മുടെ ശത്രുവാണ്, അയാളോട് നമ്മൾ നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞാൽ അവനിങ്ങനെ മനസ്സുകൊണ്ട് അൽഹംദുലില്ലാഹ്, ഇപ്പോഴാണ് മനസ്സിനൊരു സുഖം വന്നത്. നമ്മൾ എന്തിനാ നമ്മുടെ ശത്രുവിനെ സന്തോഷിപ്പിക്കുന്നത്? നമ്മുടെ ശത്രുവോ മിത്രമോ ആയിരിക്കും മറ്റൊരാൾ. അയാളോട് നമുക്കുണ്ടായ പരീക്ഷണങ്ങളെ പറഞ്ഞ് ശത്രുവാണെങ്കിൽ സന്തോഷിപ്പിക്കുകയും മിത്രമാണെങ്കിൽ സങ്കടപ്പെടുത്തുകയും ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം നമുക്ക് പറയാം, ഒരു തമ്പുരാനുണ്ട്. പിന്നെ ദുആരക്കാൻ വേണ്ടി ആരോട് വേണോ നമുക്ക് പങ്കുവെക്കാം, അതിൽ തർക്കമില്ല. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇസ്തഈനു ബില്ലാ, സങ്കടങ്ങൾ അള്ളാഹുവിനോട് പങ്കുവെക്കുക. ഞാൻ യാക്കൂബ് നബിയുടെ സ്ഥലത്തേക്ക് തന്നെ വരാം. യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പരീക്ഷിച്ചു. കാരണം എന്താ? കണ്ണിന്റെ കാഴ്ച പോയത് എൻ്റെ നഷ്ടപ്പെട്ട്, എല്ലാവരോടും വിവരിക്കുക, കണ്ണിന്റെ കാഴ്ച പോയത് എൻ്റെ നഷ്ടപ്പെട്ടത് കൊണ്ടാ, മുതുക് വളഞ്ഞു പോയത് ബിന്യാമീൻ നഷ്ടപ്പെട്ടത് കൊണ്ടാ. പക്ഷേ അല്ലാഹു തആല എന്താ പരീക്ഷണം കൊടുത്തെന്നറിയോ? ഉണർന്നിരുന്ന് കേൾക്കണേ, ഉച്ചമയക്കത്തിലേക്ക് നമ്മുടെ മൈൻഡ് പോകരുത്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ രോഗം ശിഫയായി, കണ്ണിന്റെ കാഴ്ച തിരിച്ചു വന്നത് എങ്ങനെയാണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മധുര ആശുപത്രിയിൽ കൊണ്ടുപോയി ശസ്ത്രക്രിയ നടത്തിയതല്ല, ഏതെങ്കിലും നേത്രവിഭാഗത്തെ കാണിച്ചതല്ല, ഏതെങ്കിലും കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതല്ല. യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ ഏതെങ്കിലും ഒരു ബിഷഗ്ഗറിന്റെ അടുത്ത് കൊണ്ടുപോയി പച്ചമരുന്ന് കണ്ണിൽ ഒഴിച്ചു കൊടുത്തതല്ല. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേറെ ഏതെങ്കിലും ഒരു ആയത്തോതിയിട്ട് കുറച്ച് വെള്ളം കണ്ണിൽ കുടഞ്ഞു കൊടുത്തതല്ല. പിന്നെ എന്താ ഉണ്ടായത്? യൂസുഫ് നബിയുടെ കുപ്പായം, ശരീരത്തോടൊട്ടിക്കിടന്ന കുപ്പായം എടുത്ത് ആ കുപ്പായം കൊണ്ടുവന്ന് മക്കൾ വാപ്പാടെ തലയിലേക്ക് ഇട്ടപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞാൽ മഹാന്മാർ. എൻ്റെ അഭിവന്ദനായ ഒരു ഗുരുനാഥനുണ്ട്, മൂസക്കുട്ടി ഹസ്രത്ത്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, എൻ്റെ ഉസ്താദാണ്, നന്ദി ദാറുസ്സലാമിന്റെ പ്രിൻസിപ്പൽ. എൻ്റെ അഭിവന്ദനായ മറ്റൊരു ഗുരുനാഥനാണ് ആഷിഖുർ റസൂൽ, തെന്നിന്ത്യയിലെ സൂഫി വര്യനായ ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ ഗുരുവര്യർ ഷെയ്ഖുന കക്കടിപ്പുറം ഉസ്താദ് അവരുടെ പ്രിയപ്പെട്ട ശിഷ്യനും ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ ആരിഫീങ്ങളിൽ ഒരു പ്രമുഖനുമായ ഷെയ്ഖുന ആറ്റാശ്ശേരി മമ്മിക്കുട്ടി ഹസ്രത്ത്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, എൻ്റെ അഭിവന്ദനായ ഗുരുനാഥനാണ്. എന്നെ 2 വർഷക്കാലം എനിക്കെല്ലാ നിലയിലുമുള്ള ഒത്താശകൾ ചെയ്ത് പഠിപ്പിച്ച എൻ്റെ അഭിവന്ദനായ ഒരു ഉസ്താദ് മലപ്പുറം ജില്ലയിൽ AR നഗറിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹദീസ് കുളപ്പുറം ബീരാൻകുട്ടി ഹളറത്ത് നവ്വറല്ലാഹു മർഖദ. പ്രിയപ്പെട്ടവരെ, ഉസ്താദ് അവറുകൾ വഫാത്തായി. 12 ഭാഷകളിൽ കൈകാര്യം ചെയ്യാൻ നിപുണനായ ഒരു പണ്ഡിതൻ, ഇത്രയും വലിയ പാണ്ഡിത്യത്തിന്റെ ഒരു വലിയ മനുഷ്യൻ. ഞാന് സംഭവങ്ങൾ പറഞ്ഞ അങ്ങനെ പറഞ്ഞു പോകും, നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോവും, തിരിച്ചു വരാൻ വലിയ പാടാ. 3:45 നിർത്തണം, 5 മണിക്ക് എനിക്ക് തിരൂരിന്ന് ട്രെയിനാ. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഷമീർ ദാരിമിയുടെ പ്രസംഗമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വിശദീകരണങ്ങൾക്ക് സമയമില്ല. ബഹുമാനപ്പെട്ട കുളപ്പുറം ബീരാൻകുട്ടി ഹളറത്ത് നവ്വറല്ലാഹു മർഖദ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ വഫാത്തിന് ശേഷം ഒരുപാട് വർഷമൊന്നും ആയില്ല, 7 കൊല്ലത്തിനിപ്പുറം ഞാൻ ആ വീട്ടിൽ പോയി. എനിക്ക് നല്ല ബന്ധമാണ് ആ വീടുമായിട്ട്. ഞാൻ ആവശ്യപ്പെട്ട ഒറ്റ കാര്യം, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് ധരിച്ചിരുന്ന ഒരു ജുബ്ബ എനിക്ക് തരണം. അവരെടുത്തുകൊണ്ട് തന്നു. ആ ജുബ്ബ ഞാൻ ഹക്കായ രീതിയിൽ നിങ്ങളോട് പറയാം. ഇന്ന് രാവിലെ ഞാൻ പുലർച്ചെ വീട്ടിൽ നിന്ന് 4 മണിക്ക്, വഴിയിലാണ് സുബഹി നിസ്കരിച്ചത്, 4 മണിക്ക് ഞാൻ 4:10 ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഞാൻ അത് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. എൻ്റെ അലമാരയിൽ ഞാനത് ഭദ്രമായി ഇങ്ങനെ ഉസ്താദിൻ്റെ ജുബ്ബ വെച്ചിട്ടുണ്ട്. ഏത് പ്രസംഗത്തിന് പോകുമ്പോഴും അതെടുക്കും, അതിൽ ഞാനൊരു മുത്തം കൊടുക്കും, എന്നിട്ട് അതുപോലെ തിരിച്ചു വെക്കും. എനിക്ക് വല്ലാത്തൊരു മാനസികമായ പിന്തുണയാണ്, എനിക്ക് വല്ലാത്തൊരു നിർവൃതിയാണ്. പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബിയുടെ കാഴ്ച തിരിച്ചു കിട്ടാൻ മകൻ യൂസുഫ് അലൈഹിസ്സലാമിന്റെ കുപ്പായം ഒരു കാരണമായെങ്കിൽ, ചില വ്യക്തികൾ, ചില സ്ഥലങ്ങൾ, ചില അചേതന വസ്തുക്കൾ, ചില സചേതന വസ്തുക്കൾ, ചില സമയങ്ങൾ, ചില വ്യക്തിത്വങ്ങൾ, ചില സാദാത്യങ്ങൾ, ചില പണ്ഡിതന്മാർ, ചില സൂഫിയാക്കൾ, ഇവരെല്ലാം സാധാരണ എല്ലാവരെയും പോലെയാണെന്ന് ധരിച്ചു പോകരുത്. അവരുടെ ഒരു നോട്ടം മതി നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറാൻ.
അവരുടെ ഒരു തലോടൽ മതി. അതുകൊണ്ട് അതിനെ ഒന്നും നിഷേധിക്കാതിരിക്കുമ്പോഴും പറയുന്നു, പരാതിയും പരിഭവങ്ങളുടെയും കെട്ട് പടച്ചോന്റെ മുമ്പിൽ തുറന്നു പറയണം. എന്നോട് പറ, ഞാൻ നിനക്ക് മാറ്റിത്തരാം. ഞാൻ എൻ്റെ വീട്ടിലൊരു കസേര നിർമ്മിക്കാൻ ഞാനൊരു മേസ്ത്രിയെ കൊണ്ടുവന്നു. നിങ്ങൾ ആലോചിച്ച്, അത്ര മതി. ഒരു കസേര ഉണ്ടാക്കാൻ ഞാൻ ഒരാളെ കൊണ്ടുവന്നു. ആ കസേരയിൽ ഒരു ചെറിയ വളവോ അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു കുറച്ചിലുണ്ടെങ്കിൽ ഞാൻ ആ മേസ്ത്രിയോടൊരു കാര്യം പറയാതെ നാട് നീളെ ഇറങ്ങിയിട്ട് ഞാൻ പറയുന്നു, അയാളുണ്ടാക്കിയ കസേര മോശമാണ്, അയാളുണ്ടാക്കിയ കസേര മോശമാണ്, ഞാൻ കാശ് കൊടുത്തിട്ടല്ലേ നിർത്തിയത്, നല്ല തടിയല്ലായിരുന്നോ കൊടുത്തത്, അയാൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് വിഷമമായിരിക്കും. നേരെ മറിച്ച് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയാണ്, അതിന്റെ കുറവ് ചെറുതായിട്ടുണ്ടെന്ന് പരിഹരിച്ചു തരണമെന്ന് പറഞ്ഞാൽ അയാൾക്ക് 100 സ്നേഹം നമുക്ക് കൂടെയുള്ളൂ. ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. മറ്റുള്ളവരോട് പറയുന്നത് പടച്ചവന് താല്പര്യമില്ല. ദ്വാരക്കാൻ പറയുന്നതിന് എതിരല്ല. ഞാൻ അടിവരയിട്ട് പറയാണ്, അങ്ങനെ ദ്വാർത്ഥം കൊടുക്കരുത്. അതുകൊണ്ട് ഇസ്തഈനൂ ബില്ലാഹ്, എല്ലാ സങ്കടങ്ങളും നിങ്ങളുടെ പടച്ചവനോട് നിങ്ങൾ പങ്കുവെക്കുവോ, എന്നാ നിങ്ങൾക്ക് വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, നിങ്ങളുടെ അവസാനം നന്നാകാൻ കഴിയുമെന്നാണ്, അവസാനം നല്ലതുപോലെ മരിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നാണ്. എന്റെ സഹോദരിമാരെ, രണ്ടാമത്തെ കാര്യമേതെന്നറിയോ? സൂറത്ത് ഹൂദിൽ അല്ലാഹു പറയുകയാണ്, രണ്ടാമത്തെ കാര്യമേതെന്നറിയോ? അല്ലാഹ് പറയുന്നു, تلك من أنباء الغيب نوحيها إليك ما كنت تعلمها أنت ولا قومك من قبل هذا فاصبر إن العاقبة للمتقين. അല്ലാഹ് പറയുകയാണ്, ഫസ്ബിർ ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ. ഏത് പ്രതിസന്ധികൾ വന്നാലും പിടിച്ചു നിൽക്കണം. ഏത് പ്രതിസന്ധി വന്നാലും ക്ഷമയോടെ നീ പിടിച്ചു നിൽക്കണം. എന്നാൽ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ, അന്തിമ വിജയം മുത്തഖീങ്ങൾക്ക്. രണ്ടാമത് ചെയ്യേണ്ടത് എന്തെന്നറിയോ സഹോദരിമാരെ? ഈ വിഷയത്തിൽ എനിക്ക് നിങ്ങളോടാണ് കൂടുതൽ പറയേണ്ടത്. ഏത് പ്രയാസങ്ങൾ അല്ലാഹു തന്നാലും പിടിച്ചു നിൽക്കണം. സ്വബർ എന്ന് പറഞ്ഞാൽ ക്ഷമയെന്ന മലയാളത്തിന്റെ 3 അക്ഷരങ്ങളെ ചേർത്ത് വെച്ചിട്ട് അതുപോലെ തന്നെ സോറി എന്ന് പറയുന്ന ആ ഒരു ഇംഗ്ലീഷ് വേർഡിന്റെ മലയാള പദമായി അറബി പദമായി മാറ്റിവെക്കാറ്. സ്വബർ എന്ന് പറഞ്ഞാൽ അതിന് വിശാലമായൊരു അർത്ഥമുണ്ട്. ഏത് കാര്യങ്ങൾ വന്നാലും പിടിച്ചു നിൽക്കണം, തളരരുത്. എന്ത് വന്നാലും തളരാതെ പിടിച്ചു നിൽക്കണം. നിങ്ങൾ കോട്ടയ്ക്കൽ പോയി അടുത്ത് കാണുന്നവരല്ലേ? കോട്ടയ്ക്കലാണ് മലപ്പുറം ജില്ലയിൽ. കോഴിക്കോട് കഴിഞ്ഞാൽ, കോഴിക്കോട് ടൗൺ കഴിഞ്ഞാൽ അടുത്ത മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ഊതിന്റെ ഷോപ്പുള്ളത്. എന്തുകൊണ്ടെന്നറിയോ? വിദേശികൾ ധാരാളം വന്നിറങ്ങുന്നത് കോട്ടയ്ക്കലിന്റെ മണ്ണിലാ. ഈ ഊത് ഷോപ്പിൽ ചെന്നിട്ട് നിങ്ങൾ 1 കിലോ ഊതിന്റെ തടിക്ക് എത്രയെന്ന് ചോദിച്ചു നോക്കണം. ചില കണ്ണാടി ചില്ലിനകത്ത് കിടക്കുന്ന ഊതിന്റെ തടി എടുത്തിട്ട് അവര് പറയും ഇത് 10 ലക്ഷമാണ്, ചിലത് പറയും 5 ലക്ഷമാണ്, ചിലത് പറയും ഇത് 2 ലക്ഷത്തിനുള്ളതാണ്, കുറഞ്ഞതാണ്. ഈ 3 തടിയും നിങ്ങളെടുത്ത് മണത്ത് നോക്കും, മണമൊന്നും ഉണ്ടാവൂല. ഒരു മണവും നിങ്ങൾക്ക് മണക്കാൻ കഴിയൂല. ആ ഊതിന്റെ തടിക്ക് മണം വരുന്നത് എപ്പോഴെന്നറിയോ? എപ്പോഴാ ഊതിന്റെ തടിക്ക് മണം വരുന്നത്, അതിന്റെ പവർ പുറത്തേക്ക് കൊണ്ടുവരുന്നത് എപ്പോഴെന്നറിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെ കനൽ വെച്ചിട്ട്, ആ തീക്കനലിൽ വെച്ചിട്ട് അതിന് ചൂട് പിടിക്കുമ്പോഴാണ്, അതിന്റെ പുക ഇങ്ങനെ ഉയരുമ്പോഴാണ് മണം പുറത്തേക്ക് വരുന്നതെങ്കിൽ തീ തൊടാത്ത തങ്കത്തിന് തിളക്കമില്ല. കാതിലണഞ്ഞിരിക്കുന്ന കമ്മലും കഴുത്തിലണഞ്ഞിരിക്കുന്ന മാലയും ഇത്ര സൗന്ദര്യമുള്ളതായി പെങ്ങളെ നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണ് കിട്ടിയത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്ത് സൗന്ദര്യ വസ്തുക്കളിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞത് ഈ സ്വർണമല്ലേ? ആ സ്വർണത്തിന് ഇത്രയും വലിയ മാറ്റുണ്ടാകൽ എപ്പോഴാണെന്നറിയോ? അത് തീയിൽ വെച്ച് കാച്ചി കുറുക്കിയെടുത്തപ്പോഴാണ്. തീ തൊടാത്ത തങ്കത്തിന് തിളക്കമില്ലല്ലോ. തീ തൊടാത്ത തങ്കത്തിന് തിളക്കമുണ്ടാവൂല. തീ തൊടാത്ത ഊതിന്റെ തടിക്ക് മണവും ഉണ്ടാവുകയില്ല. വെറുതെ അല്ലാഹു ഒരു പാഴ്ത്തടി തന്നിട്ട് ഇങ്ങനെ വളർന്ന് പോയാൽ അതിന് യാതൊരു പവറുമില്ല. അല്ലാഹു പരീക്ഷണങ്ങൾ കൊടുക്കുന്നത് പ്രവാചകന്മാർക്കാണ്. ഒരു ദിവസം പനിയുടെ മഹത്വം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സദസ്സിൽ അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് എഴുന്നേറ്റുകൊണ്ടൊരു സഹാബി ചോദിച്ചു, മൽഹുമ്മ, എന്തായി പനിയാ റസൂലേ? എന്തായി പനി എന്ന് പറഞ്ഞാൽ ഉടനെ റസൂലുള്ള പറഞ്ഞു, ഖും
ലസ്ത മിന്നാ, എഴുന്നേക്ക്, നീ എന്നിൽപ്പെട്ടവനല്ല. പരീക്ഷണങ്ങൾ ഉണ്ടാകണം, പ്രതിസന്ധികൾ വരണം. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് പലപ്പോഴും പറയുമത്രേ, ആർക്കും പരീക്ഷണങ്ങളോ അല്ലെങ്കിൽ ആരും നമ്മളെ പറ്റി മോശം പറയുന്നില്ല എന്ന് കണ്ടാൽ പൈസ കൊടുത്തിട്ടെങ്കിലും ആളെ നിർത്തണം നമ്മളെ പറ്റി പറയിപ്പിക്കാൻ. എന്തുകൊണ്ട്? വെറുതെ അള്ളാഹു ഒരു മനുഷ്യനെ ഇങ്ങനെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരുമ്പോ പരീക്ഷണങ്ങളാണ്, സൂക്ഷിക്കണം. എന്തുകൊണ്ടെന്നറിയോ? അള്ളാഹു ഒരു മനുഷ്യനെ പരീക്ഷണമില്ലാതെ ഒരു മനുഷ്യനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നാൽ പകയന്മാരെ പടച്ചോ പന പോലെ വളർത്തുമെന്ന് കേട്ടിട്ടില്ലേ? അള്ളാഹു യാതൊരു ലക്ഷ്യവും യാതൊരു മഹിമയും യാതൊരു പവറും ഇല്ലാത്ത മനുഷ്യന് അള്ളാഹു പരീക്ഷണങ്ങളൊന്നും കൊടുക്കൂല. ഏറ്റവും കൂടുതൽ ആകാശത്തിന്റെ ചുവട്ടിലെ പീഡനങ്ങൾ അനുഭവിച്ചത് ആരെന്നറിയോ? അള്ളാന്റെ ഹബീബ് തന്നെ പറയുന്നു, അംബിയാ മുർസലീങ്ങളാണ്. അത് കഴിഞ്ഞാൽ ദീനിന്റെയും അതുപോലെ ഇബാദത്തിന്റെയും തഖ്വയുടെയും തോത് കുറയുന്നതനുസരിച്ച് അയാളുടെ പരീക്ഷണങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുമെന്ന് മുഖ്ബിറേ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരുമ്പോ പതറാതെ കുലുങ്ങാതെ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതിലേറ്റവും വലിയ ഒരു ഉദാഹരണം എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അള്ളാഹു നൽകിയ 4 ഭാര്യമാർ ഉപേക്ഷിച്ചു പോയി. ഉണ്ടായിരുന്ന മക്കളെല്ലാം മരിച്ചു വീണു. അള്ളാഹു നൽകിയ സമ്പത്ത് കന്നുകാലികളെല്ലാം ചത്തൊടുങ്ങി. അള്ള കൊടുത്ത വയലേലകൾ, കൃഷിപ്പാടങ്ങൾ, വലിയ വലിയ മരങ്ങളെല്ലാം കടപുഴകി വീണു. ശരീരത്തിന് അള്ളാഹു ഒരു രോഗവും കൊടുത്തു. ആർക്കാ? ഈ പരീക്ഷണങ്ങൾ മുഴുവനും നേരിട്ടപ്പോ ആ മനുഷ്യൻ അള്ളാഹുവിനോട് പറഞ്ഞതെന്തെന്നറിയോ? മലപ്പുറം ജില്ലയിലെ പാണക്കാടുള്ള നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഭാര്യ ഉപേക്ഷിച്ചു പോയി, മക്കൾ മരിച്ചുപോയി, കന്നുകാലികൾ ചത്തുപോയി, കൃഷിപ്പാടങ്ങൾ നശിച്ചുപോയി, ശരീരത്തിന് ആരോഗ്യം ക്ഷയിച്ചു വന്ന ഘട്ടത്തില് ആ മനുഷ്യൻ അള്ളാഹുവിനോട് പറയുന്നു, റബ്ബി ഇന്നി മസ്സനിയല്ലുറു വഅന്ത അർഹമുർ റഹീമീൻ. പടച്ചവനെ, എനിക്ക് ചെറിയ ചെറിയ വീഴ്ചകളും പരീക്ഷണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും റബ്ബേ നീ കരുണയുള്ളവനാ, എന്നാലും പടച്ചോനെ നീ കാരുണ്യമുള്ളവനാ. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ അള്ളാഹു ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയ ആ മനുഷ്യന് നിഅമൽ അബ്ദു, എത്ര നല്ല അടിമ അയാൾ എത്ര നല്ല അടിമയെന്ന് പുകഴ്ത്തി അള്ളാഹു പറഞ്ഞു. സഹോദരങ്ങളെ, ആരാണ് ആ മനുഷ്യനെന്നറിയോ? ആരാണ് ആ മനുഷ്യനെന്നറിയോ? അശ്രദ്ധരാകല്ലേ. വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് എന്റെ ഹൃദയത്തിൽ നിന്ന് പാസ് ചെയ്യപ്പെടുന്ന പ്രസംഗമാകട്ടെ, എന്റെ ചുണ്ടുകളിൽ നിന്ന് നിങ്ങളുടെ കർണപുടങ്ങളിലേക്ക് വരുന്ന പ്രസംഗങ്ങൾക്ക് ആസ്വാദനം മാത്രമേ ഉള്ളൂ, അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ. കൊള്ളാം, കൊള്ളൂല, തരക്കേടില്ല, പോരാ. ഇതിന്റെ പേരിൽ വാട്ടമോ കോട്ടമോ ചാട്ടമോ നേട്ടമോ ഒന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നു, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള കൈമാറ്റമാകട്ടെ. ആരാണ് ആ മനുഷ്യനെന്നറിയോ? സയ്യിദുനാ അയ്യൂബ് നബി അലൈഹിസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് പരീക്ഷണങ്ങളല്ല കൊടുത്തപ്പോ ആ പരീക്ഷണങ്ങളിൽ പതറാതെ അയ്യൂബ് നബി അലൈഹിസ്സലാം പിടിച്ചു നിന്നു. ഇനി ഞാൻ എന്റെ സഹോദരിമാർക്കൊരു കഥ പറഞ്ഞു തരാ. ആരുടെ കഥയാണെന്നറിയോ? സഹോദരിമാരെ, ചിന്തിക്കണേ. ലോകത്ത് ഏറ്റവും വലിയ അത്ഭുതകരമായ പ്രസവം നടന്നത് ആരുടേതാണ്? ആരുടേതാണ്? ചില പെണ്ണുങ്ങൾ പറയും അത് ശ്വേതാമേനോന്റെയാണ്. അല്ല. നടീനടന്മാരുടേതാണ്. അല്ല. പ്രസവിക്കുന്നത് ലൈവായിട്ട് കാണിച്ചിട്ട് എന്തേ ഇത് ഞങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമല്ലേ എന്ന് ചോദിക്കുന്ന തലതിരിഞ്ഞ പെണ്ണുങ്ങളുടെ സമൂഹത്തിൽ മുസ്ലിം പെണ്ണുങ്ങള് അവർ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിന് സപ്പോർട്ട് കൊടുത്തിട്ട് എന്താ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ, ഇതെന്റെ സ്വാതന്ത്ര്യമാണെന്ന് പറയുന്ന ലോകത്ത് ഞാൻ അടിവരയിട്ട് പറയുന്നു, ജീവിതത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വാപ്പ ഇമ്രാൻ നബി അലൈഹിസ്സലാം, ആ ഖബർ കാണണം, സലാലയിലുണ്ട്. ഇമ്രാൻ നബി അലൈഹിസ്സലാം, ആ ഇമ്രാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ പേര് ഹന്ന, അവരുടെ അനുജത്തിയുണ്ട്. ആ അനുജത്തിയെ കല്യാണം കഴിച്ചത് ബൈത്തുൽ മുഖദ്ദസിന്റെ ഇമാമായ സക്കരിയ നബി അലൈഹിസ്സലാം. രണ്ടുപേർക്കും മക്കളില്ല. മഹദിയായ ഹന്ന ബീവി നടന്നു വരുമ്പോ ഒരു തള്ളക്കോഴി, ഒരു തള്ളപ്പക്ഷി തന്റെ കുഞ്ഞു പക്ഷിക്ക് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടു. പടച്ചോനെ, എനിക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ ഞാനും ഇങ്ങനെ കൊടുക്കുമായിരുന്നല്ലോ എന്ന് മനസ്സിൽ ഒരു പൂതി വന്നു. ആ സമയത്ത് അൽഹംദുലില്ലാ ഇമ്രാൻ അലൈഹിസ്സലാമിൽ നിന്ന് ഹന്ന ബീവി ഗർഭിണിയാകുന്നു. ഇമ്രാൻ അലൈഹിസ്സലാം മരിക്കുന്നു. ഹന്ന ബീവി വയറ്റിലെ ഗർഭം ചുമക്കുന്നു.
ആഗ്രഹിച്ചു ബൈത്തുൽ മുഖദ്ദസിന് എന്റെ കുട്ടിയെ നേർച്ചയാക്കണം. പക്ഷേ പ്രസവിച്ചത് പെണ്ണായി പോയി, പേരിട്ടു മറിയമെന്ന്. ആ മറിയമിനെ തീരുമാനം തിരുത്തിയില്ല. സക്കരിയ നബി അലൈഹിസ്സലാം എളാപ്പയെ ഏൽപ്പിച്ചു. കാരണം വാപ്പയില്ലല്ലോ കുട്ടിക്ക്, വാപ്പ മരണപ്പെട്ടില്ലേ ഇമ്രാൻ അലൈഹിസ്സലാം. അങ്ങനെ തന്റെ കൊച്ചാപ്പ സക്കരിയ നബി ഏൽപ്പിച്ചു. എവിടെയാണ്? ഫാളില അല്ലേ? ഈ രണ്ട് കോഴ്സുകൾ ഇവിടെ നടക്കുമ്പോ പ്രിയപ്പെട്ടവരെ, നൂറുകണക്കിന് കോഴ്സുകളിലൂടെ മുസ്ലിം പെണ്ണിനെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് സുന്നത്ത് ജമാഅത്ത് തയ്യാറാകുമ്പോ ഞാൻ അടിവരയിടുന്നു ഒരു മദ്രസ. ആ മദ്രസയിലെ സദറിന്റെ പേരേതാണ്? സക്കരിയ അലൈഹിസ്സലാം. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനിയുടെ പേരേത്? മറിയം. അവിടത്തെ കോളേജിന്റെ പേരേത്? ബൈത്തുൽ മുഖദ്ദസ്. ആ ബൈത്തുൽ മുഖദ്ദസിനകത്ത് സക്കരിയ നബി എല്ലാ പാഠവും പഠിപ്പിക്കുന്നു തന്റെ ജ്യേഷ്ഠന്റെ മകൾക്ക്. വാപ്പയില്ലല്ലോ. ആ സമയത്താണ് ഒരു ദിവസം തനിക്ക് വേണ്ടിയിട്ട് പഠിപ്പിക്കുന്ന പ്രദേശത്ത് ഇരിക്കാൻ വേണ്ടി ഒരു ചെറിയ പീഠമുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ പീഠത്തിലേക്ക് സക്കരിയ നബി കടന്നു വരുമ്പോ അതാ സുഭിക്ഷമായ ഭക്ഷണം ഇരിക്കുന്നു. ആ കാലഘട്ടത്തിൽ കിട്ടൂല, ആ നാട്ടിലും കിട്ടൂല. അങ്ങനത്തെ പഴവർഗം കണ്ടപ്പോ ചോദിച്ചു, അന്നാ ലക്കി ഹാദാ, എവിടെന്ന് മറിയമേ ഇതെന്ന് ചോദിച്ചപ്പോ മറിയം ബീവി പറഞ്ഞു, ഹുവ മിൻ ഇന്ദില്ല, ഇത് പടച്ചോൻ തന്നതാണ്, പടച്ചോൻ തന്നതാണ്. ആ സമയത്ത് ഹുനാലിക ദഅ സക്കരിയ റബ്ബ. അപ്പോ എപ്പോ? ഹുനാലിക്, അന്നേരം, എന്നേരം. ഒരു മദ്രസയിലെ വിദ്യാർത്ഥിനിക്ക് അല്ല കൊടുത്ത ആദരവ് കണ്ടപ്പോഴാണ് എനിക്കും ഒരു കുട്ടിയെ കിട്ടിയെങ്കിലെന്ന് സക്കരിയ നബിക്ക് ബോധം വന്നത്. അതിനുശേഷമാണ് സക്കരിയ നബിക്ക് യഹിയ നബിയെ കിട്ടിയത്. ചരിത്രം അങ്ങോട്ട് പോകുന്നില്ല. ഈ മറിയം ബീവിക്ക് ചെറിയ പ്രായത്തിലും മസ്ജിദുൽ അഖ്സയ്ക്കകത്ത് ബൈത്തുൽ മുഖദ്ദസിനകത്ത് അള്ളാഹു സുഭിക്ഷമായ പഴവർഗം കൊടുത്തു. ശരീരത്തിൽ മാറ്റം വരാൻ തുടങ്ങി മറിയമിന്. ശരീരത്തിന്റെ ഭാഗങ്ങൾക്ക് വ്യത്യാസം വന്നു. ശൈശവത്തിൽ നിന്ന് ബാല്യത്തിൽ, കൗമാരത്തിൽ, യൗവനത്തിലെത്തിയപ്പോ മറിയം ബീവി മാറി താമസിച്ചു. ഇനി പള്ളിയിൽ നിന്നാ പറ്റൂല. ഇന്ന് അപ്പോഴാണ് പെണ്ണ് പള്ളിയിൽ വരണോന്ന് പറയുന്നത്. അപ്പോഴാണ് പെണ്ണിന് പള്ളിയിൽ വരണമെന്ന് പറയുന്നത്. ഞാൻ എല്ലാ വേദിയിലും പറഞ്ഞു, നിങ്ങൾ ഇത്ര ധൃതി വെക്കല്ലേ, നിങ്ങളെ പള്ളിയിൽ കൊണ്ടുവരും. നിങ്ങളെ പള്ളിയിൽ ഞങ്ങൾ കൊണ്ടുവരുമല്ലോ. നിങ്ങളൊന്ന് സബൂറാക്ക്. നിങ്ങളുടെ പള്ളിയിൽ കൊണ്ടുവരാതെ ഖബറിലേക്ക് കൊണ്ടുപോകൂല. നിങ്ങളെ പള്ളിയിൽ കൊണ്ടുവന്ന് നിങ്ങളെ അതിനകത്ത് വെച്ചിട്ടേ ഞങ്ങളുടെ പള്ളിയിൽ ഖബറിൽ കൊണ്ടുപോവുള്ളൂ. ഇത്ര ധൃതി വെക്കുന്ന എന്തിനാണ്? എല്ലാവർക്കും ഇപ്പൊ തന്നെ പള്ളിയിൽ പോണം. അള്ളാഹു അടുത്ത സമയത്തൊന്ന് പള്ളി കയറുന്ന അവസ്ഥ വരുത്താതിരിക്കട്ടെ. അമീൻ പറയ്. നമ്മുടെ ഭാര്യമാരെ പറ്റിയാ പറയുന്നത്. അള്ളാഹു ഉടനെയാണ് നമ്മുടെ പെണ്ണുങ്ങളല്ല പള്ളിയിൽ കയറ്റാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മരിക്കാതിരിക്കട്ടെ എന്ന്. മരിക്കുമ്പോൾ വലിയ പള്ളിയിൽ കൊണ്ടുവരണത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മറിയം ബീവി മാറി താമസിച്ചു. അവിടെ ഇരിക്കുമ്പോൾ ജിബ്രീൽ ഒന്ന് ഗർഭമുണ്ടായി. ശ്രദ്ധിക്കണേ, ഗർഭമുണ്ടായി. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, ഗർഭമുണ്ടായി. അവസാനം മഹദി മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ പടച്ചവനോട് ചോദിക്കുകയാണ്, എനിക്ക് വിശക്കുന്നുണ്ട് പടച്ചോനെ, ഞാൻ ഈ തള്ളിയ വയറും കൊണ്ട് ഇപ്പം ഇറങ്ങി ചെന്നാൽ ആളുകൾ ചോദിക്കും എന്ത് പറ്റിയെന്ന്. അപ്പൊ ഞാൻ ഇവിടെ ഇതിനകത്തിരുന്ന് ഭക്ഷണം കഴിച്ചോളാം. അപ്പൊ അള്ള പറഞ്ഞു, അങ്ങനെ വേണ്ട, നിനക്ക് വിശക്കുന്നെങ്കിൽ നീ ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ ചെന്നിട്ട് അതിന്റെ ശിഖരത്തിൽ പിടിച്ചിട്ട് അതിൽ നിന്ന് ഈത്തപ്പഴം പറക്കിട്ടുന്നോ. നിനക്ക് ദാഹിക്കുന്നെങ്കിൽ അരുവിയിൽ ഇറങ്ങിയിട്ട് കൈക്കുമ്പോൾ വെള്ളമെടുത്ത് കുടിച്ചോ. എന്തേ? ഒരു പെണ്ണ് ഏറ്റവും വലിയ ദൗർബല്യത്തിൽ എത്തുന്നത് ആ പെണ്ണിന്റെ പ്രഗ്നൻസി പീരീഡിലല്ലേ? അപ്പോഴല്ലേ കൂടുതൽ സഹായം കൊടുക്കേണ്ടത്. പക്ഷേ നിങ്ങൾ നോക്കി, ഇതിന്റെ പിന്നിലുള്ള യുക്തി നിങ്ങൾ പഠിക്കണം, നന്നായിട്ട് മനസ്സിലാക്ക്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഉറങ്ങരുത് പ്രിയപ്പെട്ടവരെ, ആ യുക്തി നിങ്ങൾ മനസ്സിലാക്കണം. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹു പറഞ്ഞു, കഴിക്കുന്നെങ്കിൽ ഈത്തപ്പഴം പറക്കി തിന്നോ, വെള്ളം പോയി അരുവിയിൽ നിന്ന് കുടിച്ചോ. ശരി, പരാതികളില്ല, പരിഭവങ്ങളില്ല. ചെന്നു ഈത്തപ്പഴം പറക്കി തിന്നാൻ പോകുമ്പോ ആളുകളെ കണ്ടു വയറ്. ചോദിച്ചു, മറിയമേ ഇതെങ്ങനെ പറ്റി? നിന്റെ വാപ്പ ഇമ്രാനി സ്വഭാവം ഇല്ലായിരുന്നല്ലോ, നിന്റെ ഉമ്മ ഹന്നാക്ക് ഈ പണിയില്ലായിരുന്നല്ലോ. ചെറിയ വാക്കല്ല പറഞ്ഞത്. മറിയമേ നിനക്കെങ്ങനെ ഇതിന് പറ്റി? മറിയമേ പടച്ചോനോട് പറഞ്ഞു, അല്ലാ ഞാൻ എന്ത് മറുപടി പറയും? പടച്ചോനെ ഞാൻ എന്ത് മറുപടി പറയും? ഞാൻ പറയട്ടെ. ഇവിടെ ഇരുന്നപ്പോ
ജിബ്രീൽ വന്നെന്ന കാര്യം പറയട്ടെ. അല്ല പറഞ്ഞു മിണ്ടി പോകരുത്. ഇന്നി നദറതു ലിർറഹ്മാനി സൗമൻ ഫലനുകല്ലിമൽ യൗമ ഇൻസിയാ. പറ എന്ത് തറാന. പണ്ടാരോ ജാഥ നടത്തിയ കഥ പറയുന്നുണ്ട്. മൗനജാഥ സിന്ദാബാ, മൗനജാഥ സിന്ദാബാ എന്നും വിളിച്ചിട്ട്. പടച്ചോനെ ഞാൻ മൗനവ്രതത്തിലാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചോദിച്ചാലും അനങ്ങാപ്പാറ നയം, മിണ്ടരുത്. അറ്റ്ലീസ്റ്റ് അത് വാ തുറന്ന് ഇത് അള്ളാഹു എനിക്ക് തന്നതാണ്, ജിബ്രീൽ വന്ന് റൂഹ് ഊതിയതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരുണ്ടാവാം. അതുപോലും അള്ളാഹ് അനുവദിച്ചില്ല. മിണ്ടരുത്. പോയി പറക്കി തിന്നോ. വിശപ്പ് കൊടുത്തു, ദാഹം കൊടുത്തു, വെള്ളം പോയി കുടിച്ചു, ഈത്തപ്പഴം പറക്കി തിന്നു. ജനങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മറുപടി പറയാനുള്ള സ്വാതന്ത്ര്യം പോലും അള്ളാഹു തടഞ്ഞു. എന്നിട്ടോ പ്രിയപ്പെട്ടവരെ പ്രസവിച്ചു. പ്രസവിച്ചപ്പോൾ ആ കുട്ടിയെ കൊണ്ടല്ല പറയിപ്പിച്ചു. ആ കുട്ടിയെ കൊണ്ടല്ല പറയിപ്പിച്ചു. നമ്മൾ ഇപ്പൊ ലിയാഖത്തിൽ തങ്ങളെ ഞാൻ കണ്ടപ്പോ ഉസ്താദും അതുപോലെ തന്നെ മുഹിബീങ്ങളൊക്കെ വന്നിട്ട് തങ്ങളെ മന്നാനി ആദ്യമായിട്ടാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്, ഞാനെന്ത് പറയാനാ, ഞാനൊന്നും പറയില്ല. എന്ത് ചോദിച്ചിട്ട് കളക്ഷൻ വേണോ, ഞാനെന്ത് പറയും, നിങ്ങൾ എന്തോടാ പറഞ്ഞു, എനിക്കൊന്നും പറയാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഞാൻ അടിപൊളിയാണെന്ന് ഞാനല്ല പറയേണ്ടത്, ബാക്കിയുള്ളവർ പറയണം. അതാണ് എന്റെ കാര്യം. മറിയം ബീവി പറയാണ്, ഞാൻ വിശുദ്ധിയുള്ളവളാണ്. അല്ല, പറയരുത്. നിന്റെ മകനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. തൊട്ടിലിൽ കിടത്തി സംസാരിപ്പിച്ചു അല്ലാഹു തആല സയ്യിദുനാ ഈസ അലൈഹിസ്സലാം. ഞാൻ ചോദിക്കട്ടെ സരസിനോട്, സമയം ദൈർഘ്യമാകുന്നു, ഞാൻ ചോദിക്കട്ടെ, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക മക്കളെ. ഈ കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കെട്ടിത്തൂങ്ങി മരിക്കൂലേ? മറിയം ബീവി ആഗ്രഹിച്ചു പോയി, അല്ലാഹ് ഞങ്ങൾ മരിച്ചെങ്കിൽ തീർന്നനെയല്ലോ. അല്ല പറഞ്ഞു, വേണ്ട, നീ മരിക്കണ്ട, നീ പിടിച്ചു നിൽക്കണം, പിടിച്ചു നിൽക്കണം. അല്ലാഹു തആല ഈസാ നബിയെ കൊണ്ട് പറയിപ്പിച്ചു. ഞാൻ ഈ സദസ്സിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവിന് എന്ത് ചെയ്യാമായിരുന്നു? ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഗർഭം, അടുത്ത സെക്കൻഡ് കൊണ്ട് പ്രസവം. അല്പം കൂടെ അത്ഭുതമാവൂലായിരുന്നോ? അല്ലേ? ഈസാ നബി അല്പം കൂടെ അത്ഭുത പുത്രനാവൂലായിരുന്നോ? ഇത് വാപ്പയില്ലാതെ ജനിച്ചു എന്നതിനപ്പുറത്ത് അത്ഭുതങ്ങൾ വേറെ പറയാനൊന്നുമില്ലല്ലോ. പക്ഷേ ഈസാ നബിയുടെ ജനനത്തിൽ അല്പം കൂടി അത്ഭുതപ്പെടാനുണ്ടായിരുന്നു. എന്ത്? ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഗർഭം, അടുത്ത സെക്കൻഡ് കൊണ്ട് പ്രസവം. പക്ഷേ അല്ല പറഞ്ഞു, വേണ്ട. എന്തു വേണം? നീ നിന്റെ നിരപരാധിത്വം തെളിയിക്കാതെ നിന്നെ ജനങ്ങൾ ഓരോന്ന് പറയുന്നത് കേട്ടിട്ട് നീ അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയണം നിനക്ക്. ക്ഷമ പഠിപ്പിച്ച് അവസാനം എന്താക്കിയെന്നറിയോ? എന്താക്കി? ആ മറിയം ബീവിക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ സൗഭാഗ്യം, നാളെ സ്വർഗത്തിൽ ഒരു സമൂഹ വിവാഹമുണ്ട്. സ്വർഗത്തിലൊരു സമൂഹ വിവാഹമുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ കട്ട് ചെയ്തിടാൻ വേണ്ടിയിട്ട് കുറെ കുട്ടന്മാരിപ്പുണ്ട്. അവർക്ക് ഒരു നല്ല മരുന്നിട്ട് കൊടുക്കാൻ, വടി കൊടുക്കാൻ പറഞ്ഞോ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് വല്ലതും കഴിക്കണമെങ്കിൽ യൂട്യൂബ് വരുമാനം വേണം. അതിന് ഞങ്ങളെപ്പോലെ പ്രവാചകന്മാർ പറയുന്നത് കട്ട് ചെയ്തെടുക്കണം. ഉള്ളതാണ് പറയുന്നത്, മായാവി കഥകളൊന്നും അല്ലെങ്കിൽ തൻ്റെ ഇടത്തോടെ നിവർന്നു നിന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയും. അതിൽ തടസ്സമൊന്നുമില്ല. ഞാൻ പറയുന്നു, നാളെ സ്വർഗത്തിലൊരു സമൂഹ വിവാഹമുണ്ട്. സമൂഹം എന്ന് പറഞ്ഞാൽ ജമാഅത്ത്. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഇമാമുൻ വ മഅ്മൂമാണ് ജമാഅത്ത്. ഒന്നിലധികം ആളുകൾക്കാണ് ജമാഅത്ത് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ രണ്ടുപേരുടെ കല്യാണം നടക്കുന്നുണ്ട്. ഒന്ന് ആസിയ ബീവി, രണ്ട് മറിയം ബീവി. ആരാ കല്യാണം? രണ്ടുപേരെയും കെട്ടുന്നത് ഒരാളാ, മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ആ കല്യാണത്തിന്റെ പേര് തൃക്കല്യാണ്. ഒന്നും ഒരു നബിയുടെ ഉമ്മ, മറ്റൊന്നൊരു നബിയുടെ ഉമ്മ, മറ്റൊന്നൊരു നബിയുടെ. മറിയം ബീവി ഈസാ നബിയുടെ ഉമ്മ, ആസിയ ബീവി മൂസാ നബിയുടെ വളർത്തുമ്മ. അപ്പോ ഈ രണ്ടുപേരെ ആകട്ടെ ഒരു മഖ്ലൂഖ് തൊട്ടിട്ടുമില്ല. ഈ രണ്ടുപേരെ ഒരു മഖ്ലൂഖ് തൊട്ടിട്ടുമില്ല. ഈസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മയെ ഒരു പുരുഷൻ തൊട്ടിട്ടില്ല. വലം യംസസ്നി ബഷർ. മൂസാ നബിയുടെ ഉമ്മയോ ആരും തൊട്ടിട്ടില്ല. അപ്പൊ മറ്റോനോ? മറ്റേ ശൈത്താൻ. ഏത്? അങ്ങനെ കിടക്കയല്ലേ ഈജിപ്തില്? ആരാ? റാംസിസ് രണ്ടാമൻ, സാക്ഷാൽ ഫിറഔൻ. മറിയം ബീവി ദുആ എന്താ? റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔൻ. അതിന്റെ തഫ്സീർ പോയി ഉസ്താദിനോട് ചോദിച്ചു നോക്ക്, അവർ പറഞ്ഞു തരും. വനജ്ജിനി മിൻ ഫിർഔന വ അമലിഹി. ആ അമലിന്റെ തഫ്സീർ എന്താന്ന് ഉസ്താദിനോട് ചോദിച്ചു നോക്ക്. അൽ ജിമാ, സംയോഗം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്തൃ ബന്ധം. പടച്ചോനെ, ഇവ എന്റെ ശരീരത്തിൽ തൊടല്ലേ അല്ലാഹ്. അങ്ങനെ മനുഷ്യന്റെ കരസ്പർശനങ്ങൾക്ക് വിധേയമാകാതെ
മറിയം ബീവിയെയും അതുപോലെ തന്നെ ആസിയ ബീവിയെയും അള്ളാന്റെ ഹബീബിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാ. വിഷയം അതല്ല പ്രിയപ്പെട്ടവരെ. ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അല്ലാഹു കൊടുത്ത പരീക്ഷണമാണ്. പിടിച്ചു നിന്നു. ഒരു ചെറിയ നുറുങ്ങൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. എന്താണെന്നറിയോ? അല്ലാഹു പടച്ചോനെ ഉള്ളിൽ അത്രയും സ്നേഹിക്കണമെന്ന് പറയാനാണ് ഞാൻ ഈ പറയുന്നത്. പറയട്ടെ, പടച്ചോനല്ലാതെ വേറൊന്നും നമുക്കില്ല. ചെറിയ പ്രായത്തിൽ പള്ളിക്കകത്ത് വെച്ച് മറിയം ബീവിക്ക് ഭക്ഷണം കൊടുത്തല്ല. നല്ല യുവത്വത്തിൽ ബലഹീനയായ സമയത്ത് പള്ളിയുടെ പുറത്ത് വെച്ച് ഭക്ഷണം അല്ല കൊടുത്തില്ല. വേണമെങ്കിൽ പുറക്കി തിന്നോളാൻ പറഞ്ഞു. ഇതിന് മഹാന്മാരായ സൂഫിയാക്കൾ പറയുന്നത് എന്താണെന്നറിയോ? കാരണം ചോദിച്ചു എന്താണ്? അപ്പൊ അല്ല പറഞ്ഞു, ചെറിയ പ്രായത്തിൽ നിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ചെറിയ പ്രായത്തിൽ നിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ നിനക്ക് തന്നു. ഇപ്പൊ ഞാനല്ലാത്ത ഒന്നുകൂടി നിനക്കുണ്ട്. ഏതാ? ഒന്ന് പറയേ. മറിയം ബീവിക്ക് ഇപ്പൊ അല്ല അല്ലാത്ത വേറെന്താ ഒന്നുകൂടെ ഉള്ളത്? വയറ്റിൽ കിടക്കുന്ന കുട്ടി അല്ലേ? അപ്പൊ വയറ്റിൽ കിടക്കുന്ന കുട്ടിയും കൂടി നീ ശ്രദ്ധിക്കുന്നുണ്ട്. എന്റെ ശ്രദ്ധ, എന്നോടുള്ള എല്ലാ കരുതലും, അതിനപ്പുറത്ത് നിന്റെ കുട്ടി എന്നുള്ള ചിന്ത ഒരല്പം നിനക്ക് കടന്നു വന്നു. അത് നീ പറക്കി തിന്നാ മതി. നീ പറിച്ചു തിന്നു. അല്ലാ അല്ലാത്ത എല്ലാത്തിനെയും കൽവിനെടുത്ത് പിഴുത് മാറ്റിവെച്ചപ്പോഴാണ് പ്രിയപ്പെട്ടവരെ മഹാനായ അജ്മീർ ഷെയ്ഖ് ഖാജാ മുഈനുദ്ദീനുൽ ചിശ്തിയിൽ അജ്മീരി സഞ്ചരി റളിയല്ലാഹു തആല അൻഹു, അജ്മീർ ഉറൂസ് മുബാറക്കിൽ ഞാൻ രണ്ടാമത്തെ സദസ്സാണിത്. ഒന്ന് കാരത്തൂർ ഉപ്പാപ്പാരടുത്ത് 2 വർഷം ഞാൻ പ്രസംഗിച്ചു. വലിയ സംഭവമാണ്. പാണക്കാട് തങ്ങന്മാരും മഹാന്മാരായ സയ്യിദുൽ ഉലമയും അതുപോലെ തന്നെ വലിയ വലിയ ആരിഫീങ്ങൾ ഉസ്താദന്മാരൊക്കെ വന്നാൽ ആ ഉപ്പാപ്പായോട് കാണിക്കുന്ന സ്നേഹം. അജ്മീർ എന്താ ഇത്രയും ഗൗരവം? ഖാജാ തങ്ങൾക്ക് ഇത്രയും വലിയ പവർ വരാൻ കാരണം എന്താണ്? നമ്മൾ എത്ര പ്രഭാഷകന്മാരാ മാറിയും തിരിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ആടിച്ച് കീറി പ്രസംഗിച്ച് തൊണ്ട പൊട്ടി ഇതൊക്കെ നടത്തിയിട്ട് ഉള്ള ആളുകൾ കുറച്ച് സ്വലാത്തി അലി അൽഹംദുലില്ലാ, കുറെ ആളുകളൊക്കെ നന്നായി, കുറെ ആളുകളൊക്കെ താഴോട്ട് പോയി, കുറെ ആളുകളൊക്കെ മേപ്പോട്ട് പോയി. ചിലർ പടവലം പോലെ താഴോട്ട് വളർന്നു, ചിലർ വലിയ മരം പോലെ മുമ്പോട്ട് വളർന്നു. അതൊക്കെ ശരിയാ. പക്ഷേ മഹാനായ ഖാജാ മുഈനുദ്ദീനുൽ ചിശ്തിയിൽ അജ്മീരി സഞ്ചരി റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് 90 ലക്ഷം പേരെയാണ്. 90 ലക്ഷം പേരെ, 1 കോടിയോളം വരുന്ന ജനങ്ങളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ കാരണക്കാരനായ ഖാജാ മുഈനുദ്ദീനുൽ ചിശ്തിയിൽ അജ്മീർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള മഹത്തുക്കൾ ആ രീതിയിലായത്. ഖൽബിൽ അല്ലാഹ് അല്ലാത്ത ഒന്നുമില്ല. പറിച്ചറിഞ്ഞു, പിഴുതെറിഞ്ഞു. ദുനിയാവിനെ കാലുകൊണ്ട് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. ദുനിയാവിന്റെ നാശത്തെ പേടിച്ചിട്ട് മുത്തലാഖ് ചൊല്ലി ദുനിയാവിനെ വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരുമ്പോ പിടിച്ചു നിൽക്കണം ഇസ്തിഖാമത്തോടുകൂടി. അള്ളാഹു തൗഫീഖ് തരട്ടെ. എനിക്ക് നന്നായിട്ട് മരിക്കാൻ കഴിയും. ഇനി മൂന്നാമതായി പറയുന്നു പരിശുദ്ധ ഖുർആൻ. ഇനി ഞാൻ ചുരുക്കി പറയാൻ വിവരണങ്ങളില്ല. മൂന്നാമത് സഹോദരിമാരെ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. സൂറത്തു ത്വാഹ. വഅ്മുർ അഹ്ലക ബിസ്സലാഹ്, നിങ്ങളെ നിസ്കാരം കൊണ്ട് കുടുംബത്തോട് പറയണം. നിസ്കരിക്കാൻ കുടുംബത്തോട് പറയണം. നിങ്ങൾ വലിയ നിസ്കാരക്കാരായിരിക്കും, പക്ഷെ പോരാ, നിങ്ങളുടെ കുടുംബം കൂടി നിസ്കരിക്കണം. ഭർത്താവേ, നിന്റെ ബാധ്യതയാണ് നിന്റെ ഭാര്യയുടെ വിഷയം. ഉമ്മ വാപ്പ, നിങ്ങളുടെ വിഷയമാണ് മക്കളുടെ കാര്യം. ഇമാമേ, നിങ്ങളുടെ മഹല്ലത്തിലെ മുഴുവൻ ജനങ്ങളും നിങ്ങളോട് ചോദിക്കപ്പെടുന്നതാണ്. കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി വെറുതെ കസേരയിൽ കയറി AC മിട്ടിട്ട് ഞാൻ ജമാഅത്തിന്റെ മഹാനായ പ്രസിഡന്റ് എന്ന് പറയാനല്ല. ആ മഹല്ലത്തിലെ ജനങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും ചോദ്യം നിന്നോടാണ്. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. എല്ലാ ചോദ്യം നിന്നോട് വരും. ചോദ്യങ്ങൾ നീ മറുപടി കൊടുക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക. ആരാണോ നമ്മൾ ആശ്രയിച്ച് കഴിയുന്നവർ, നമ്മുടെ ആശ്രിതരൊക്കെ മതബോധമുള്ളവരായി മാറുന്നതിന് വേണ്ടി
വേണ്ടിയിട്ട് അവരെ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ പ്രേരിപ്പിക്കണം. ഇത് പറഞ്ഞിട്ട് അവസാനം അല്ലാഹ് പറയുന്നു വൽ ആഖിബത്തു ലിത്തഖ്വാ. മൂന്നാമത്തെ സ്ഥലം അതാണ്. തഖ്വയുള്ളവന് അന്തിമ വിജയം. അതിന്റെ ലക്ഷണം ഏതാണ്? നീ നിസ്കരിച്ചാ പോരാ, അതിന്റെ കുടുംബത്തെ കൂടെ നിസ്കരിക്കണം. ജലരഹിത ഫലരഹിതമായ ജനശൂന്യവും ഫലശൂന്യവും ജലശൂന്യവുമായ മക്കയുടെ മണലാരണ്യത്തില് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും ഗർഭസ്ഥ ശിശുവായ ചോരയുടെ ഗർഭാശയത്തിന്റെ നനവ് വിട്ടുമാറാത്ത, കാലിന്റെ ഇളം ചുവപ്പ് വിട്ടുമാറാത്ത ആ പൊന്നുമോനെയും ഉപേക്ഷിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പോയി. ഇബ്രാഹിം നബി അത്രയും ക്രൂരനാണെന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. പ്രസംഗിക്കുന്ന ആളുകളൊക്കെ എങ്ങനെ പറയും, ഇബ്രാഹിം നബി മിണ്ടിയില്ല, ശരിയാ, മിണ്ടിയില്ല, അതൊക്കെ ശരിയാ. അല്ലാഹു അമറക ബിഹാദ, പടച്ചോന്റെ കൽപ്പനയാണോ, തലയാട്ടി, ഓക്കെ, ഇതെല്ലാം പൊയ്ക്കോ, അതൊക്കെ ശരിയാ. പക്ഷെ പലരും പറയുന്നത് എന്താ, ഇബ്രാഹിം നബി ഭാര്യ എപ്പോഴാ പ്രസവിച്ച് കിടക്കുന്ന ഭാര്യ, നമ്മുടെയൊക്കെ നാട്ടില് വേദകുളി എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും അല്ലെ, 40 കുളി വരെ ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് ഈ ചൂട് വെച്ച് കൊടുക്കുക. കാരണം പ്രസവമാണല്ലോ. നമ്മളൊക്കെയാണ് പറയുന്നത് എന്ത് പ്രസവം, ഭാര്യ പ്രസവിച്ചു, എന്ത് പ്രസവം, സുഖപ്രസവം. ഭയങ്കര സുഖമാണ്, ചോദിച്ചു നോക്ക്, സുഖപ്രസവം. ആ പ്രസവിച്ച പെണ്ണിനെ വേദ പിടിക്കാന്ന് പറയും. പച്ചമരുന്നുകൾ കൂട്ടി, കോട്ടക്കലാരോട് പച്ചമരുന്നിന്റെ കാര്യം പറയണ്ടല്ലോ, ഇതൊക്കെ കൂട്ടിയിട്ട് വെള്ളമൊക്കെ ചേർത്ത് ചൂട് പിടിച്ചു കൊടുക്കുന്ന പ്രായത്തിൽ ആരും ഇല്ലാത്തൊരു മണ്ണി കൊണ്ടുവന്ന്, അതും കുഞ്ഞിന് പാല് പോലും ഇല്ലാത്ത സന്ദർഭത്തിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് ഇബ്രാഹിം നബി പോയ കാട്ടാളനാണ് ഇബ്രാഹിം എന്ന് സമൂഹത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മൾ പലരും. അങ്ങനെ അല്ല, തെറ്റാ. അങ്ങനെ കൊണ്ടുവന്നാക്കിയിട്ട് പോയി, അത് ശരിയാ. അവിടെ ചെന്നിട്ട് പിന്നെ ക്ലൈമാക്സ് വേറെയാ. കുറച്ചപ്പുറത്ത് ചെന്ന് പാറയുടെ പിന്നിൽ ഒളിച്ചു നിന്നിട്ട് ഇബ്രാഹിം നബി ദുആരുന്നു, റബ്ബനാ ലിയുഖീമുസ് പടച്ചോനെ, നിന്റെ പരിശുദ്ധ ഹറമിന്റെ അടുക്കൽ ഞാനിതാ എന്റെ മകനെ, എന്റെ ഭാര്യയെ കൊണ്ടുവന്നാക്കിയിരിക്കുകയാണ്. എന്തിന്? ഞാൻ ഈ പള്ളിയുടെ അടുത്ത് കൊണ്ടുവന്നാക്കി എന്തിനാണ്? അന്ന് കഅബയുണ്ട്, പിന്നീടാണല്ലോ പുനർനിർമ്മാണം ഇബ്രാഹിം നബി മോനും കൂടി നടത്തിയത്. ആ കഅബയുടെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ എന്റെ മകനെ ആക്കിയത് റബ്ബനാ ലിയുഖീമുസ്സലാ, എന്റെ സന്താന പരമ്പരകൾ ഈ നിസ്കാരം പഠിക്കാൻ വേണ്ടിയാണ്, അവരെ നിസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ് തമ്പുരാനെ. ഒന്ന്, മതബോധം ഒരു കുട്ടി, ഒരു വീട്ടിനുണ്ടാകേണ്ട കാര്യമാണ്. 2, നീ പറഞ്ഞു പൊക്കോളാ, ഞാൻ ഇറാഖിലേക്ക് പോവാണ്, പക്ഷെ എന്റെ ഭാര്യയും മക്കളെ നോക്കാൻ നീ ആളിനെ ഇവിടെ എത്തിച്ചു കൊടുക്കണം തമ്പുരാനെ. ജനങ്ങളുടെ ഹൃദയത്തിൽ ഇവരോട് ചായ്വ് കൊടുക്കണം. 3, അവർക്ക് ആവശ്യമായ ഫുഡ് എത്തിച്ചു കൊടുക്കണം തമ്പുരാനെ. ഭക്ഷണം നീ കൊടുക്കണേ അല്ലാ. ലഹല്ലവും ഇഷ്കുറുൻ, അവർ ശക്രുള്ളവരാകും, നന്ദിയുള്ളവരാകും. ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ കൊണ്ടുവന്ന് നിസ്കാരമുള്ളവനാകാൻ വേണ്ടിയിട്ടാണ് പള്ളിയോട് ചേർത്ത് നിർത്തിയതെങ്കിൽ നമ്മുടെ മക്കളെ പള്ളിയിൽ കൊണ്ടുപോകണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന കൊച്ചുമർ, ഇബ്നു ഉമർ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, മഹാനവറുകൾ ഇരിക്കുന്ന സദസ്സിൽ റസൂലുള്ളാഹി ഒരു ചോദ്യം ചോദിച്ചു. ഈത്തപ്പഴത്തെ പറ്റിയാ ചോദിച്ചത്. ഇല കൊഴിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആർക്കതിന് മറുപടി പറയാൻ കഴിയുമെന്ന് ചോദിച്ചു. ഓരോരുത്തരും മിണ്ടാതിരുന്നു. ഇബ്നു ഉമർ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, എനിക്കതിന്റെ ഉത്തരം അറിയാമായിരുന്നു. ഞാൻ ഇറങ്ങി, എന്നിട്ട് വാപ്പയോട് പറഞ്ഞു, വാപ്പ, റസൂലുള്ളാഹി ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരം അറിയാമായിരുന്നു, എന്താ മോനെ നീ അത് പറയാത്തത്? വാപ്പ ഇരിക്കുമ്പോ ഞാൻ പറഞ്ഞ മോശം വാപ്പാക്കല്ലേ, തലയിരിക്കുമ്പോ വാലാടാൻ പാടുണ്ടോ? അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ചെറിയ പ്രായത്തിൽ ഇബ്രാഹിം, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പള്ളിയോട് ചേർത്ത് നിർത്തിയതിന്റെ പേരിലല്ലേ ആ മകന് അത്രയും വലിയ അറിവുണ്ടാകാൻ കാരണമായത്? അതുകൊണ്ടല്ലേ ആ മകൻ അങ്ങനെ ഒരു കാര്യം പറയാൻ കാരണമായത്? നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ പള്ളിയും ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട് നിർത്താൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. 4ാമത്തെ കാര്യം, അഹങ്കാരം ഉപേക്ഷിക്കുക. ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്ത്, അഹങ്കാരം നമ്മൾ അങ്ങ് ഉപേക്ഷിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, സ്വർഗ്ഗമാർക്ക തിൽക്കദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. 4 മുത്തഖീൻ.
ഈ ആഖിറം ആർക്കാണെന്നറിയോ? ഈ പരലോകം ആർക്കാണെന്നറിയോ? ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. ഈ ദുനിയാവിൽ ഫസാദ് കാണിക്കാതെ, നാശമുണ്ടാക്കാതെ, അഹങ്കരിക്കാതെ നടക്കുന്നവർക്കാണ് സ്വർഗമല്ല കൊടുക്കുക. പാണക്കാടെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, അഹങ്കരിക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അഹങ്കരിക്കാൻ നമുക്ക് എന്താ ഉള്ളത്? ഒന്ന് ശ്രദ്ധയോടെ കേട്ടേ. നമുക്ക് എന്ത് അഹങ്കരിക്കാനിരിക്കുന്നു? അറിയുമല്ലോ, ഈ ലോകത്ത് അഹങ്കരിക്കാത്തവർക്ക് പടച്ചവന് ആഖിറത്തിൽ സ്ഥാനം കൊടുക്കുകയുള്ളൂ. അത് പറഞ്ഞിട്ടാണ് അല്ലാഹ് പറഞ്ഞത് അവസാനം മുത്തഖീങ്ങൾക്കാണ് വിജയമെന്ന്. അതുകൊണ്ട് ജീവിതത്തിൽ അഹങ്കാരമില്ലാതെ ജീവിക്കുക. എന്തിനാ അഹങ്കരിക്കുന്നത്? എന്തുണ്ടായിട്ടാണ് അഹങ്കരിക്കുക? ചോദിക്കട്ടെ, ഒരു മഹാനുഭാവന്റെ അടുക്കൽ വന്നിട്ട് ഒരു അധികാരി അഹങ്കാരത്തോടെ ഇരുന്നപ്പോൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ അഹങ്കരിക്കുന്നത്? ഉണ്ടോ എനിക്ക് അഹങ്കരിക്കാം, ഞാൻ ആരെന്നറിയോടോ നിനക്ക്? ആ സമയത്ത് ആ മഹാൻ പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ ആരാണെന്ന്. ആരാ പറയടാ, ഞാൻ ആരടാ, നിനക്കൊന്ന് പറയാൻ പറ്റുമെങ്കിൽ പറ. ആ മഹാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം ഒട്ടിപ്പിടിക്കുന്ന നാറ്റം പിടിച്ച ഒരു തുള്ളി ബീജമാണ്. തുണിയിലായാൽ പെട്ടെന്ന് കൊണ്ടുവന്ന് കഴുകി കളയുന്ന ഒരു തുള്ളി നാറ്റമുള്ള ബീജമാണ്. അവസാന ചീഞ്ഞ് നാറുന്ന ശവമാണ്. 2 ദിവസത്തിൽ കൂടുതൽ ബോഡി വെക്കാൻ പറ്റൂല, മയ്യത്ത് വെക്കാൻ പറ്റൂല, നാറ്റം പിടിക്കൂ. അതുകൊണ്ട് അവസാനം ദുർഗന്ധമിക്കുന്ന ശവം, ഡെഡ് ബോഡി. ആദ്യം ഒരു തുള്ളി ബീജം, രേതസ് കണം, വല്ലാത്ത ദുർഗന്ധമുള്ളത്. ഇതിനിടയിൽ നിങ്ങൾ ആരാണെന്നറിയോ? പൊട്ടാ നീ മുൻതുള്ളി പിഞ്ചോര കട്ട, പിന്നീട് കാഷ്ടം ചുമന്നോരോ കൊട്ട. ആദ്യം ഒരു തുള്ളി ബീജം നാറ്റം പിടിച്ചത്, അവസാനം ഡെഡ് ബോഡി, ശവശരീരം നാറ്റം പിടിച്ചത്. ഇതിനിടയിൽ നാറ്റം പിടിച്ച മലവും ചുമന്നുകൊണ്ട് നടക്കുന്ന മനുഷ്യനാണ്. പൊട്ടാ നീ മുൻതുള്ളി പിഞ്ചോര കട്ട, പിന്നീട് കാഷ്ടം ചുമന്നോരോ കൊട്ട. അവന്റെ അഹങ്കാരത്തിന്റെ പത്തി മടക്കുകയാണ്. മറ്റൊരു മഹാൻ ഒരു രാജാവിന്റെ മുമ്പിൽ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ അഹങ്കരിക്കരുത്. എന്താ, ഞാൻ അഹങ്കരിച്ചാൽ എനിക്ക് സാമ്രാജ്യങ്ങൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കാൻ ശ്രമിച്ചപ്പോ ആ മഹാൻ ചോദിക്കുന്നു, ഈ വെള്ളം തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്റെ പകുതി സാമ്രാജ്യം വിട്ടിട്ട് ഞാൻ ചികിത്സിക്കും. മഹാനവറുകൾ പറഞ്ഞു, ആ വെള്ളം നിലത്ത് വെച്ചപ്പോൾ രാജാവ് വീണ്ടും അടുത്ത പ്രാവശ്യം വെള്ളം കുടിക്കാൻ എടുത്തപ്പോൾ മഹാൻ ചോദിച്ചു, ഈ കുടിച്ച വെള്ളം മൂത്രമായി പുറത്തോട്ട് പോയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പകുതി സാമ്രാജ്യം ബാക്കിയുണ്ടല്ലോ, വിറ്റ് ഞാൻ ചികിത്സിക്കും. മഹാൻ പറഞ്ഞു, ഇത്രേ ഉള്ളു ദുനിയാവ്. ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ച് മൂത്രമൊഴിച്ച് കളയുന്ന വിലയെ ദുനിയാവിലുള്ളൂ. അഹങ്കരിക്കല്ലേ. തിൽക്കദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. 1, സഹായം പടച്ചവനോട് ചോദിക്കുക. 2, പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കുക. 3, താനും തന്റെ കുടുംബവും മതബോധമുള്ളവരാവുക. 4, അഹങ്കാരമില്ലാതെ ജീവിക്കുക. അന്തിമ വിജയം അള്ളാഹു നമ്മെ സുനിശ്ചിതമാക്കും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഖുർആനിൽ എത്ര ആയത്തുണ്ട്? സംശയമുണ്ടോ? 114 അധ്യായം, ആയത്തിൽ സംശയമുണ്ട്. ബിസ്മി സൂറത്തു നംലിലെ ആയത്താണ്, ബാക്കിയൊന്നും ആയത്തല്ല എന്നുള്ള അഭിപ്രായക്കാരായ ഉലമാ മുഫസ്സിരീങ്ങളുണ്ട്. പോട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. സർവ്വസാധാരണമായി നമ്മൾ പറയുന്ന 6666 അല്ലേ? ഒരായത്തിന് 1 രൂപ തരാൻ ആരെങ്കിലും ഉണ്ടോ? ഒരായത്തിന് 1 രൂപ. ഒരായത്തിന് 1 രൂപ. 6 മാസം സമയം തരാം. 6 മാസം സമയം തരും. ഒരായത്തിന് 1 രൂപ. അള്ളാഹു നമ്മളെ ഹാഫിലീങ്ങളാക്കട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബത്തെ ഹാഫിലീങ്ങളാക്കട്ടെ. അള്ളാഹു ഖുർആൻ ഈ ലോകത്ത് വഴികാട്ടിയും ഖബറിൽ ഇമാമും പരലോകത്ത് ഷാഫിയുമാക്കി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരായത്തിന് 1 രൂപയാകുമ്പോൾ 6666, ആയത്തിന് 6666 രൂപ. 6 മാസം സമയമുണ്ട്. ഒരു 10 പേര് ബിസ്മില്ല കൈപോക്കിക്കേ. ഇപ്പൊ നിങ്ങൾ അൽഹംദുലില്ലാ ഖൂലു തക്ബീർ 3 അല്ലാഹ് തരും. 4 5 6 7 8 9 10 11 12 13. ഇനി ആരാ? എഴുതിയെടുത്തോളി. 13. അള്ളാഹു കബൂലാക്കട്ടെ. 13 13 13 13. ആരാ? ഇനി ആരാ? 13 പേരായി. ഇവിടെ 20 പേര്, സഹോദരിമാരുടെ കൂട്ടത്തിൽ 20 പേര്. അള്ളാന്റെ ഖുർആൻ ഇവിടെ ഹാദിയാകണം, ഖബറിൽ ഇമാമാകണം, മഹിഷറയിലെ ഷാഫിയാകണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. 13 പുരുഷന്മാരായിട്ടുണ്ട്. ഒരു 7 പേരും കൂടെ ഒന്ന് കൈപൊക്കിക്കേ. അൽഹംദുലില്ലാ. ആരാ എഴുതിയെടുക്കുന്നാരാ? കിറാമും കാത്തിബീങ്ങളല്ലേ? പെട്ടെന്ന് എഴുതിയെടുത്തോളൂ. തങ്ങൾ പറഞ്ഞിട്ടല്ല, ലിയാഖത്തലി തങ്ങള് ചോദിച്ച ഖാദിമീങ്ങളോട് പോലും ഒന്നും മിണ്ടാതെ പോയി. പക്ഷേ ഈ സ്ഥാപനം 6 മാസമുണ്ട്. ഈ സ്ഥാപനം
വല്ലാത്തൊരു കറാമത്താണ്. ശിലാസ്ഥാപനം ശിലയിടുന്ന സമയത്ത് അടുത്ത വർഷം 3-ാം തീയതി അടുത്ത ജനുവരി 3-ാം തീയതി ഇതിന്റെ ഉദ്ഘാടനം എന്ന് പറയാൻ കഴിയണമെങ്കിൽ അതൊരു വലിയ മനക്കെട്ടിയാണ്, അത് വലിയൊരു ഇസ്തിഖാമത്താണ്. അതെല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മളാണെങ്കിൽ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. എന്താണ്, പറ്റൂലേ, ആകെ ഒരു വിഷമമാണ്. പക്ഷെ അൽഹംദുലില്ലാ ഈ അനുഗ്രഹീതമായ ഇൻഷാ അല്ലാ അനുഗ്രഹീതമായ ഖുർആൻ പഠിക്കുന്ന മക്കൾ നിങ്ങളുടെ വീട്ടിൽ അതിന്റെ ഒരു വിഹിതം നിങ്ങളുടെ അക്കൗണ്ടിൽ കയറിക്കൊണ്ടിരിക്കും ഇൻഷാ അല്ലാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാ നിങ്ങൾ കൊടുത്തോളി. സഹോദരിമാരുടെ കൂട്ടത്തിൽ ഒരു 10 പേര്, 20 പേര് പുരുഷന്മാരുടെ കൂട്ടത്തിൽ 20 പേര്, 13 പുരുഷന്മാരായിട്ടുണ്ട്. ബാക്കി 7 പുരുഷന്മാർ കൂടെ വേഗം ഒന്ന് കൈപൊക്കിക്കാരാ. അള്ളാഹു ബർക്കത്തേട്ട്. ഇനി എഴുതിയെടുക്കാനുള്ളവരുണ്ടെങ്കിൽ വേഗം ഒന്ന് പറഞ്ഞോളി. അള്ളാഹു നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ആ ജീവിതത്തിൽ, മക്കളിലൊക്കെ അള്ളാഹു ബറക്കത്ത് തരട്ടെ. സഹോദരങ്ങളെ, മരിക്കുമ്പോൾ അന്തസ്സായിട്ട് നന്നായിട്ട് ചിരിച്ചു കിടക്കണം. ആരൊക്കെ വന്ന് കരഞ്ഞാലും ആര് വന്ന് വിളിച്ചാലും നമ്മൾ മറുപടി കൊടുക്കൂല. എത്ര പെട്ടെന്ന് മറുപടി കൊടുത്തവരാ. പെട്ടെന്നൊരു മിസ് കോള് വന്ന തിരിച്ച് ശരവേഗത്തിൽ തിരിച്ചു വിളിച്ചിരുന്ന ബന്ധങ്ങൾ ഉണ്ടായിരുന്ന നീ ഇന്ന് നിന്റെ പ്രിയപ്പെട്ടവർ വന്ന് കാലിൽ വീണിട്ട് വിളിക്കുന്നു, എഴുന്നേക്ക് എഴുന്നേക്ക്. പറക്കമുറ്റാത്ത മക്കൾ വിളിക്കുന്നു, വാപ്പച്ചി എഴുന്നേക്ക് എഴുന്നേക്ക്, ഉമ്മച്ചി എഴുന്നേക്ക് എഴുന്നേക്ക്. എഴുന്നേക്കൂല. നീ സരീഉൽ ഇജാബയായിരുന്നു, വേഗം മറുപടി കൊടുത്തവനാ. പക്ഷെ ഇപ്പൊ നീ മരിച്ചു കിടക്കുക. യുനാദൂന ഖൽഫൻ നഅ്ശി മല്ലാ യുജീബുഹും വഖദ് കുന്ത ഫിദ് ദുനിയാ സരീഉൽ ഇജാബതി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വേഗം നമുക്ക് നന്നായിട്ട് മരിക്കാനുള്ള നിയത്തോടു കൂടി അല്ലാഹ് ദീർഘായുസ് തരട്ടെ, ആഫിയത്തുള്ള ആരോഗ്യമുള്ള ആയുസ് അല്ലാഹു നീട്ടി തരട്ടെ ഇൻഷാ അല്ലാഹ്. എത്ര പേരായി ഹബീബേ? 20 ആയ? എത്രയായി? 13 കൈ പൊങ്ങിയ ഞാൻ കണ്ടു. ഇവിടെ സഹോദരിമാരോ 20-30 ഒക്കെ ആയി. അവിടെ ആരുമില്ലേ? സുബ്ഹാനല്ലാഹ്. ഇവിടെ ആരാ? ഇവിടെ സ്ത്രീകൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, കൈയും പൊക്കി. ഈ വലത് സൈഡിൽ നമ്മുടെ വളണ്ടിയേഴ്സൊക്കെ അങ്ങ് പോയോ? ഒരു പേപ്പർ ഹബീബെ, ഒരു പേപ്പർ ആ സഹോദരിയുടെ കൊടുത്തേ. അവിടെ ഇപ്പൊ തന്നെ ഞാൻ ഫ്രണ്ടിൽ തന്നെ അവര് 7-8 പേര് എഴുന്നേറ്റു. 7-8 പേര് എഴുന്നേറ്റു. അതെന്താണെന്നറിയോ? പിരിവ് ലക്ഷ്യമല്ല, ലിയാഖത്തങ്ങൾ പറഞ്ഞിട്ടില്ല, ഇവിടെ കളക്ഷൻ ഉദ്ദേശമില്ല. പക്ഷെ എനിക്കങ്ങ് തോന്നി, ഞാൻ ചോദിച്ചു. അതാണ് ഒരു മുൻകരുതലില്ലാത്തത്, അതാണ് ഉണ്ടായത് പ്രശ്നം. ഇൻഷാ അല്ലാഹ് സഹോദരിമാരുടെ ഭാഗത്ത് അവിടെ 7-8 കൈ ഫ്രണ്ടിൽ തന്നെ പൊങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് സഹോദരങ്ങളെ പെട്ടെന്ന് ഒരു 20-40 പേര്. 40 നമ്മുടെ കണക്ക്. 40 ദിവസം ബീജത്തുള്ളി, 40 ദിവസം രക്തക്കട്ട, 40 ദിവസം മാംസക്കട്ട. 40 വലിയ പവറ. 40ാമത്തെ വയസ്സില ഫലമ്മ ബലഗ ശുദ്ധഹു, ശുദ്ധത്തിന്റെ പ്രായം 40. 40 പേരെന്ന് മതി ഇൻഷാ അല്ലാഹ്. 20 പുരുഷനും 20 സ്ത്രീയും. 6666 രൂപ. അല്ലാഹു ബർക്കത്തേട്ട്. ഒരു പിതാവ് പുറകിൽ കൈ പൊക്കിയിട്ടുണ്ട്. ഒന്ന് എഴുതിക്കോ വേഗം. സഹോദരിമാരെ, ബാങ്ക് വിളിച്ചാൽ പിന്നെ 1 സെക്കൻഡ് പോലും സമയമില്ല. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടിയുണ്ട്. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ മജ്‌ലിസുമായി നാളിതുവരെ സഹകരിച്ചതുപോലെ ഇനിയുള്ള സമയങ്ങളിലും നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സഹോദരിമാരുടെ ഈ ഭാഗത്തെ സഹോദരിമാർ അനങ്ങിയിട്ടില്ല, അതുകൊണ്ട് വേഗം ഒരു പേപ്പർ അങ്ങോട്ടും കൂടെ കൊടുക്കുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവരാണ് നേരത്തെ വന്നവർ, അവർ നേരത്തെ വന്നിരുന്നവരാ, സാബിഖീങ്ങളാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇടതുഭാഗത്ത് സദസ്സിന്റെ വലതുഭാഗത്തുള്ള ആ ഭാഗത്ത് ലിസ്റ്റ് കൊടുക്ക്. 20 പേര്. 20 സമയമില്ല, ആലോചിച്ചിരിക്കാൻ സമയമില്ല, വേഗം കൊടുക്കണം. ബാങ്കിന് സമയം, ബാങ്ക് വിളിച്ചെന്നാ തോന്നുന്നത് അല്ലേ? വിളിച്ചാ പെട്ടെന്നാവട്ടെ. ഇവിടുന്ന് 1-1.25 മണിക്കൂർ യാത്ര ചെയ്താൽ ഈ ബ്ലോക്ക് ഉണ്ട്. തിരൂർ എനിക്ക് എത്തണം. 5 മണിക്ക് ട്രെയിൻ പോയാൽ നഷ്ടമാണ്. അതുകൊണ്ട് അപ്പോൾ ഇൻഷാ അല്ലാഹ് പെട്ടെന്നാവട്ടെ. നമുക്ക് തങ്ങന്മാരെ ദുആരക്കും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ഇവിടെ നമ്മുടെ ഈ സ്വർഗത്തിന്റെ പൂങ്കാവനമാണല്ലോ. സ്വർഗത്തിന്റെ പ്രത്യേകത ഖുർആൻ പറഞ്ഞ എന്താ? വലക്കുമ്മ തഷ്തഹി അൻഫുസുക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ സ്വർഗത്തിലുണ്ടെന്നാണ്. നിങ്ങൾ ഇവിടെ ദുആടെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇവിടെ നിന്ന് എന്തൊക്കെ ആഗ്രഹിക്കുന്നു അല്ലാഹ് തരും. കാരണം ആ സ്വർഗത്തിന്റെ ഒരു പതിപ്പാണ് ഇവിടെ. അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരട്ടെ. പേരായോ സഹോദരിമാരത് ഒരുപാട് പുറകിൽ എഴുന്നേറ്റ് നിൽക്കുക. വേഗം. കസര ഇല്ലാത്തത് കൊണ്ടാണോ ചൂട് കൊണ്ടാണോ ഇനി പറയാൻ വേണ്ടിയാണോ ഒന്നും അറിയില്ല. എഴുന്നേറ്റ് നിൽക്കുക കുറേ പേര് ഇൻഷാ അല്ലാഹ്.
പെട്ടെന്നാവട്ടെ, ആ പേപ്പർ അങ്ങോട്ട് കൊടുത്തേക്ക്. അള്ളാഹുവേ, ഒരാളെ നീ പാഴാക്കല്ല റബ്ബേ. അനുഗ്രഹീതമായ മുബാറക്കായി മജ്ലിസിൽ സഹായിച്ചവരെ നീ സഹായിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, പാഴാക്കല്ലേ റബ്ബേ. പടച്ചവനെ, സഹോദരിമാരെ ഖുർആനിന്റെ അഹ്ലുകളാക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഖുർആൻ ഹാദിയാകുന്ന ഹിദായത്ത് ഖുർആൻ കൊണ്ട് ലഭിക്കുന്നവരിൽ ചേർക്കണേ തമ്പുരാനെ. കമലാ സുരയ്യ, അതുപോലെ തന്നെ എത്ര പേര്, ഹീദർ മാത്യൂസ്, മോറിസ് ബുക്കായി, കാഷ്യസ് കള എന്ന മുഹമ്മദ് അലി, അവസാന ഫാത്തിമ ശബരിമല, എത്ര പേര് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഖുർആൻ കൊണ്ട് ഇൻഷാ അല്ലാഹ് ഖുർആന്റെ അവകാശികളായ ആദ്യം ഖുർആന്റെ ആയത്ത് കേട്ട നമുക്കിനി പരിവർത്തനം ഉണ്ടാകണം. അതിന് 6666 രൂപ 6 മാസത്തിന്റെ ഉള്ളിൽ 40 പേര് കൊടുക്കാമെന്ന് നീയത്താക്കി ഇൻഷാ അല്ലാഹ് പടച്ചവൻ സ്വീകരിക്കും. അള്ളാഹു കബൂലാക്കട്ടെ. പടച്ച തമ്പുരാന്റെ പ്രത്യേകമായ തണൽ, താങ്ങ്, ഹിമായത്ത് എല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാന്മാരായ ലിയാഖത്ത് അലി തങ്ങളെ പോലുള്ള സാദാത്യങ്ങൾ, പാണക്കാട് സാദാത്യങ്ങൾ, മഹാന്മാരായ ഉസ്താദുമാർ, എല്ലാവരുടെയും ബറക്കത്തും അവരുടെ മദതും ഒക്കെ അള്ളാഹു അവരുടെ കാലത്തിലും അവരുടെ കാലശേഷവും നമുക്ക് നമ്മുടെ പരമ്പരകൾക്കും അള്ളാഹു അനുസൂത പ്രവാഹമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ഒരുമിച്ചുകൂടിയതുപോലെ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാസൗഭാഗ്യം നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ, ഉച്ചമയക്കത്തിൻ്റെ സമയത്ത് കഠിനമായ ചൂട്, പ്രത്യേകിച്ച് ടാർപ്പാളിനിൽ ചൂട് പിടിച്ചിട്ട് ചൂടായി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ പോലും ഉറങ്ങാതെ മയങ്ങാതെ പടച്ചവനെ ഈ സരസിൽ നിന്റെ ഖുർആൻ കേൾക്കാൻ വേണ്ടി ഇരുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ നീ സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. നരകത്തിൻ്റെ പുക പോലും അടിപ്പിക്കല്ലേ അല്ലാ. ദാരിദ്ര്യം, കഷ്ടപ്പാട്, വേദനകളൊന്നും കൊടുക്കല്ലേ അല്ലാ. ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഹിദായത്ത് കൊടുക്കണേ അല്ലാ. മക്കളെ അനുഗ്രഹിക്കണേ അല്ലാ. കുടുംബത്തെ അനുഗ്രഹിക്കണേ അല്ലാ. കടങ്ങൾ മാറ്റണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട്, മക്കളില്ലാത്തവർക്ക് മക്കള്, രോഗികൾക്ക് ശമനം ഒക്കെ നീ കൊടുക്കണേ തമ്പുരാനെ. അല്ലാ, ആരുടെ മുമ്പിലും ഒരു ചായയ്ക്ക് പോലും ഒരു മഖ്ലൂക്കിന്റെ മുമ്പിലും യാചിക്കുന്നൊരവസ്ഥ വരുത്തല്ലേ റബ്ബേ. യദുൽ ഉല്യയാക്കണേ അല്ലാ. യദു സുഫ്ലയാക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, തല ആരുടെ മുന്നിലും കുടിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ റബ്ബേ. ഞങ്ങളുടെ നടുവ് നിവർത്തി നിന്ന് ദീനിയായ കാര്യങ്ങൾ പറയാൻ തൗഫീഖ് താ അല്ലാ. ശൈത്താനിയത്തും അതുപോലെ തന്നെ എന്തെല്ലാം ഹൈവാനിയത്തും നഫ്സാനിയത്തും ഞങ്ങളുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന പൈശാചികത, മൃഗീയത എല്ലാത്തിനെയും പടച്ചവനെ നീ മാറ്റണേ തമ്പുരാനെ. കിബ്ർ, ഹസദ്, ഉജുബിൽ നിന്ന് കാക്കണേ അല്ലാ. ഐന്, സിഹ്ർ, നളറിൽ നിന്ന് കാക്കണേ അല്ലാ. എല്ലാ മുസീബത്തുകളും ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇന് നീ ഖുവ്വത്തും ഹിമ്മത്തും കൊടുക്കണേ അല്ലാ. എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ബിബറക്കത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിബറക്കത്തി ഇൻഷാ അല്ലാഹ്. ഈ ലിസ്റ്റ് കിട്ടിയ ഉസ്താദെ? എത്രയായി ഉസ്താദെ? നമ്മളെ മൊത്തത്തിലൊന്ന് കണക്ക് നോക്കിയേ. ബാങ്ക് കേട്ട് ഇൻഷാ അല്ലാഹ്. 16 പുരുഷന്മാര്, ഒരു 4 പേരുടെ കൈപൊക്കി. പല നിങ്ങളെത്ര ഇല്ലങ്ങടെ ഒരു 4 പേരുടെ കൈപൊക്കിക്കേ പെട്ടെന്ന്. ബാങ്ക് വിളിക്കുക, എനിക്ക് സമയമില്ല. ഒരു 4 പേരും കൂടെ ഒരു സഹോദരൻ, ഒന്ന്, ഇനി 3 പേര്, ഇനി 3 പേരല്ല, ഒന്ന്, ഇനി 2 പേര്, ഇനി 2 പേര്, 2 പേരും കൂടെ വേഗം ഒന്ന് കൈപൊക്കിക്കേ ഇൻഷാ അല്ലാഹ്. പുരുഷന്മാർ 2 പേരുടെ കൈപൊക്കിക്കേ. അള്ളാഹുവിന്റെ ഖുർആൻ. ഒന്ന്, ഇനി ഒരാളും കൂടി. ആരാ? ഒറ്റരാളും കൂടി. ബിസ്മില്ലാ. ഒരാൾ ആരാ? ഒരാളും കൂടി. 19 ഒരു സഹോദരൻ. അൽഹംദുലില്ലാ. 20 പുരുഷന്മാരായി. സ്ത്രീകളുടെ ഭാഗത്ത് എത്രയായി? അവിടെ എത്രയായി? 20 ആയാ? കഴിഞ്ഞോ? പുരുഷന്മാർ 20 ആയിട്ടുണ്ട്. സ്ത്രീകളുടെ ഭാഗത്ത് എത്രയാന്ന് ആ ലിസ്റ്റ് വാങ്ങിച്ചോളി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മാപ്പാക്കണം. 5 മണിക്ക് യാത്ര തിരിച്ചാലേ എനിക്ക് അടുത്ത പരിപാടിക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അൽഹംദുലില്ലാ. നിങ്ങളുടെ ദുആകളിൽ ഉൾപ്പെടുത്തണം. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അള്ളാഹു വിധി വെക്കുമെങ്കിൽ ഇനി നമുക്ക് ഒരു വേള ഇവിടെ വെച്ച് കാണാൻ പറ്റിയില്ലെങ്കിൽ അള്ളാഹു തൗഫീഖ് തരട്ടെ. കാണാൻ കണ്ടില്ല പറ്റിയില്ലെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ച് അള്ളാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ. പറഞ്ഞ കാര്യങ്ങളിൽ അപക്വമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാപ്പാക്കുക, നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് ആവശ്യമായത് പറഞ്ഞു തന്നു എന്ന അവകാശമൊന്നുമില്ല എങ്കിലും എൻ്റെ പരമാവധി എൻ്റെ ദുർബലമായ അറിവ് വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ ഉസ്താദുമാരും മാപ്പാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.